പറയാം. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ കഥയുടെ ദിവസമാണെന്ന്. കഥയിലുമുണ്ടൊരു കാര്യം. നമ്മുടെ സ്റ്റോറി തെറാപ്പിയുടെ 95ാമത്തെ ദിവസമാണ്. ഇന്ന് 2 പേരാണ് കഥകൾ പറയുന്നത്. തീർച്ചയായിട്ടും കഥകൾ നമുക്ക് ആസ്വദിക്കാം. വളരെ ശ്രദ്ധയോടെ കേട്ട് അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന മനോഹരമായ മുത്തുകളെ നമുക്ക് അടർത്തിയെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം 2 പേരെയും, ഷീലമാമിനെയും അതുപോലെ ഉഷമാമിനെയും പ്രത്യേകം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യം ഷീലമാം. ഷീലമാം, യു ആർ വെൽക്കം. താങ്ക് യു സർ. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകുന്നേരം സമയം കണ്ടെത്തി കഥ കേൾക്കാനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ ഇരിക്കുന്നവരെല്ലാം. കഥ തുടങ്ങാം നമുക്ക്. 1932 മാർച്ച് 31 മലയാള സാഹിത്യത്തിലേക്ക് ഒരു കുട്ടി ജനിച്ചു. പേരുകേട്ട സാഹിത്യ തറവാട്ടിലെ പ്രതാപിയും ധനാഢ്യനുമായ എഴുത്തുകാരനും അതുപോലെ തന്നെ കുലീനയായ അമ്മയുമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ജീവിച്ചിരുന്ന കാലമൊക്കെയും വാക്കുകളാൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ സ്ത്രീയുടെ പേരാണ് നാലപ്പാട്ട് കമല. 10 വയസ്സ് മുതൽ തന്നെ എഴുതി തുടങ്ങി. കഥ, കവിത, സ്മരണകൾ, നോവലുകൾ, യാത്രാക്കുറിപ്പുകൾ കൂടാതെ ചിത്രങ്ങളും മാധവിക്കുട്ടിയുടേതായുണ്ട്. യൗവന കാലഘട്ടത്തിലെ എഴുത്തുകൾക്ക് ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. രുചിക്കും തോറും സ്വാദ് കൂടുന്ന രചനകളായിരുന്നു മാധവിക്കുട്ടിയുടേത്. കമലയുടെ ഇംഗ്ലീഷ് കവിതകൾ വായിക്കുന്നവർക്ക് ഒരിക്കലും മലയാളത്തിൽ ഇത്രയും ബൃഹത്തായ അല്ലെങ്കിൽ ഇത്രയും മഹത്തായ കൃതികൾ രചിക്കാൻ കഴിയുമെന്ന് ആരും ഓർക്കില്ല. മാധവിക്കുട്ടി ശരിക്കും ഒരു വേൾഡ് ക്ലാസ് റൈറ്ററാണ്. ഒരു സ്ത്രീ ഓരോ കാലത്തും എങ്ങനെയൊക്കെ ലോകത്തെ കാണണം എന്ന് സങ്കീർണമായ കഥാപാത്രങ്ങളിലൂടെ കാണിച്ച എഴുത്തുകാരി. ശരിക്കും നമുക്ക് അഭിമാനിക്കാം. കുറിച്ചിട്ട കഥകളിൽ അക്ഷരങ്ങളിലൂടെ രൂപവും ജീവന്റെ തുടുപ്പും നൽകിയ നമ്മുടെ അഭിമാനമാണ് കമല സുരയ്യ. അതെ, കൂടാതെ ജീവിത സായാഹ്നത്തില് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറി എന്നുള്ളതല്ലാതെ അവരുടെ എഴുത്തുകൾക്കോ അവരുടെ വിചാരങ്ങൾക്കോ ഒന്നും തന്നെ മാറ്റം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും സ്നേഹത്തിലൂടെ ആളുകളെ സാന്ത്വനിപ്പിക്കാനായിരിക്കണം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. എന്നിട്ടും അവിടെ സ്നേഹം തോറ്റു രാഷ്ട്രീയം ജയിക്കാനുണ്ടായത്. നാലപ്പാട്ട് കമല, കമലാദാസ്, ആമി, കമല സുരയ്യ ഇതൊക്കെ തന്നെ വൈവിധ്യമാർന്ന സാഹിത്യ രചനകൾ പോലെ കമല സുരയ്യയുടെ വിവിധ പേരുകളായിരുന്നു. കമല സുരയ്യയുടെ ഒരു ചെറുകഥയായ നീർമാതളത്തിന്റെ പൂക്കൾ, നീർമാതളം പൂത്ത കാലം എന്ന് പറയുന്ന ഒരു നോവൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊരു ചെറുകഥയാണ്. അവൾ ആ വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയായി കഴിഞ്ഞിരുന്നു. പടിവാതിൽ കടന്ന് അവൾ അല്പനേരം വെറുതെ നിന്നു. ജനവാതിലുകളുടെ പച്ചച്ചായം വിണ്ടു തുടങ്ങിയിരുന്നു. 2 അടി ഉയരത്തോളം ആ ചുമരിന്മേൽ പൂപ്പൽ പിടിച്ചിരുന്നു. പടിമേൽ കൂടി വരിവരിയായി വലിയ കട്ടുറുമ്പുകൾ എങ്ങോട്ടോ അരിച്ചു പോയിക്കൊണ്ടിരുന്നു. അവൾ താക്കോലെടുത്ത് ചവിട്ടുപടികൾ കയറി. ഏതോ ഒരു ജന്തു വായ തുറക്കുന്നത് പോലെ ആ കറുത്ത വാതിലുകൾ തുറന്നു. അവൾ ഒരടി മുന്നോക്കം വെച്ചു. ഭയം ആ ഇരുളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൾ കണ്ണുകൾ അടച്ച് അതിന് കീഴടങ്ങി. തേൻ കുടിക്കുന്നത് പോലെ ഇറ്റിറ്റായി. എന്നിട്ട്
അവൾ കണ്ണു തുറന്നു. പഴക്കത്തിന്റെ ഗന്ധം. അവൾ കൈസഞ്ചിയിൽ തപ്പി തീപ്പെട്ടിയെടുത്ത് ഉരസി. കോണിപ്പടികൾ തുടങ്ങുന്ന ഇടത്ത് പഴയ പോലെ തന്നെ ആ നിലവിളക്കിരിക്കുന്നു. അവൾ ചുമരലമാരി തുറന്നു പച്ച നിറത്തിലെ ഒരെണ്ണക്കുപ്പി എടുത്ത് വിളക്കിലേക്ക് എണ്ണയൊഴിച്ചു. ഉറുമാൽ കീറി ഒരു തടിച്ച തിരിയുണ്ടാക്കി അതിൽ വെച്ച് കത്തിച്ചു. ഒരു വട്ടത്തിൽ ഇരുട്ടു നീങ്ങി. അവൾ ചുറ്റും നോക്കി. നിലത്ത് അവൾ ഉപയോഗിച്ചെറിഞ്ഞ തീപ്പെട്ടിക്കോലുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു. നിലത്ത് കാണുന്ന പൊളിവുകളിലൊന്നിൽ അവൾ കാലോടിച്ചു. ചുമരിന്മേൽ പണ്ട് ഒരു ജപ്പാൻ ക്ലോക്ക് തൂക്കിയിരുന്ന സ്ഥാനത്ത് ആ ക്ലോക്കിന്റെ ആകൃതി തെളിഞ്ഞു കിടക്കുന്നു. എട്ടുകാലികൾ ചുമരിന്മേൽ അങ്ങിങ്ങായി വിശ്രമിക്കുന്നുണ്ട്. അവൾ ജനവാതിൽ തുറന്നിട്ടു. ഞാൻ ഇതാ വന്നിരിക്കുന്നു. ആരും മറുപടി പറഞ്ഞില്ല. തന്റെ ഇടറാത്ത സ്വരം കേൾക്കാൻ വേണ്ടി അവൾ ഒരിക്കൽ കൂടി പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നു. ആ തളത്തിൽ നിന്നു കടക്കുന്ന ഇടനാഴിയുടെ ചുമരികളിൽ തട്ടി അവളുടെ സ്വരത്തിന്റെ മാറ്റൊലി മടങ്ങിയെത്തി. അവൾ ചെരുപ്പുകൾ ഊരി ഇടനാഴിയിലേക്ക് കടന്നു. അവിടെ ഒരു മൂലയിൽ പഴയ സ്ഥാനങ്ങളിൽ തന്നെ മൂകരായി പിച്ചള വിളക്കുകൾ ഇരിപ്പുണ്ട്. അവൾ ഒന്നെടുത്ത് എണ്ണയൊഴിച്ച് കത്തിച്ച് അതും കയ്യിലെടുത്തുകൊണ്ട് അകത്തെ മുറികളിലേക്ക് നടന്നു. ഇരുട്ട് പിന്മാറിക്കൊണ്ടിരുന്നു. നെല്ല് നിറച്ചിരുന്ന പത്തായങ്ങൾ, പഴയ ഉരുളികൾ, 4 കാലുള്ള തുണിപ്പെട്ടികൾ, അയക്കോലുകൾ. അവൾ അടുക്കളയിലേക്ക് കടന്നു. കറുത്ത ചുമരുകളുള്ള ആ മുറിയിൽ വെച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന വെളിച്ചം മഞ്ഞ നിറമായി. ഒരു മൂലയിൽ വിറക് കഷണങ്ങൾ അടുക്കായി വെച്ചിരുന്നു. ചുമരലമാരിയിൽ പാത്രങ്ങൾ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അവൾ അടുപ്പിൽ 2 വിറക് കഷണങ്ങൾ വെച്ച് അതിന്റെ മീതെ കുറച്ച് പഴയ കടലാസുകളിട്ട് തീയുണ്ടാക്കി. ചുമരിന്മേൽ തൂങ്ങിയിരുന്ന പരുക്കൻ തുണിയെടുത്ത് അടുപ്പിന്റെ മുകൾ ഭാഗം തുടച്ചു. വെള്ളം അന്വേഷിച്ചുകൊണ്ട് പുറത്തെ വാതിൽ തുറന്ന് കിണറ്റിൻ കരയിലേക്ക് പോയി. മനഃപൂർവ്വം ആ കിണറ്റിന്റെ തുടി ശബ്ദിപ്പിച്ചുകൊണ്ട് വെള്ളം കോരി. 15 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടില്ല. അവൾ തന്നെത്താൻ പറഞ്ഞു. വേനലിന്റെ ഒഴിവിന് താൻ വീട്ടിലേക്ക് വന്നിരിക്കയാവണം. യാതൊന്നിനും മാറ്റമില്ല. വീട്ടിന്റെ അകത്ത് നിന്ന് ഇപ്പോഴും ചില്ലറ കാര്യങ്ങളെ പറ്റിയുള്ള ആ സംസാരങ്ങൾ കേൾക്കാതിരിക്കയില്ല. നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ പുറത്തു നിന്ന് മടങ്ങുന്ന മുത്തച്ഛന്റെ മെതിയടികളുടെ ശബ്ദം ആ പടിക്കൽ നിന്ന് ഉയരും. കലഹിക്കുന്ന ഭൃത്യന്മാരോട് കയർക്കുന്ന മുത്തശ്ശിയുടെ സ്വരം ഭക്ഷണമുറിയിൽ നിന്ന് കേൾക്കാം. കിണ്ണങ്ങൾ നിലത്തു വീഴും. കൈകൾ ഓട്ടുകിണ്ടികൾ നിലത്തു വയ്ക്കും. തുറന്ന ജനവാതിലുകൾ മഞ്ഞു കടക്കാതിരിക്കാൻ വേണ്ടി പൊട്ടിയടയ്ക്കും. വിളക്കെടുത്ത് മുറികളിലൂടെ നടക്കുന്ന വെറും കാലടികളുടെ മൃദുസ്വരം അകത്തുനിന്നു വരും. യാതൊന്നും മാറിയിട്ടില്ല. രൂപമില്ലാത്ത കൊല്ലങ്ങൾക്ക് കന്മതിലുകളില്ല. കാണാൻ വയ്യാത്തവയിൽ താൻ എന്തിനു വിശ്വസിക്കുന്നു? ഞാൻ ഇപ്പോ വരാം മുത്തശ്ശി. അത് വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ അവൾ വിചാരിച്ചു, താൻ എന്തിനാണ് ഈ കളി കളിക്കുന്നത്? എന്നിട്ടും അവൾ വീണ്ടും അതിൽ വിശ്വസിക്കാൻ ശ്രമിച്ചു. വിശ്വാസത്തിന് ഇളക്കം തട്ടാതെ വെക്കുന്നിടത്തോളം ആ മായ നിലനിൽക്കാതിരിക്കില്ല എന്നവൾക്ക് തോന്നി. വെള്ളപ്പാത്രം അടുപ്പത്ത് കയറ്റിവെച്ച് അവൾ മുകളിലേക്ക് പോയി. കിടപ്പുമുറിയിലെ ചിതറിക്കിടക്കുന്ന പൊടി തട്ടാൻ അവൾ ഒരു ചൂലെടുത്തു കൊണ്ടുവന്നു. അവളുടെ മുറിയിൽ മുത്തശ്ശി സാധാരണയായി കിടക്കകൾ കയറ്റിവെക്കാറുള്ള ആ ചുവന്ന കാലുകളുള്ള കട്ടിലിലെ പൊടി അവൾ അടിച്ചു കളഞ്ഞു. വരാന്തയിലിരുന്ന് മുണ്ടും പെട്ടി തപ്പി ഒരു വിരിയെടുത്ത് ഉണങ്ങിയ വേപ്പിലകൾ നിലത്തു വീണു. വേപ്പിലകളിൽ ഒതുക്കി വെച്ചിരുന്ന ചില ദിവസങ്ങൾ ഉയർന്നു വന്നു. കാലത്തെ മർക്കടമുഷ്ടിയോടെ അകറ്റിക്കഴിഞ്ഞ അവൾ യാതൊരുവിധ വികാരഭേദവുമില്ലാതെ അവയെപ്പറ്റി ആലോചിച്ചു നടന്നു.
എങ്കിലല്ലേ കരയേണ്ടു. നടക്കുന്നു, അവൾ ആലോചിച്ചു. യാതൊരു മാറ്റവുമില്ല. മറ്റേ മുറിയിൽ നിലത്തു പായയിട്ടിരുന്നു കൊണ്ട് മുത്തശ്ശി നേരം പോക്കുകൾ പറഞ്ഞു ചിരിക്കുകയാണ്. കട്ടിലിന്മേൽ ഇരുന്നു കൊണ്ട് മുത്തശ്ശൻ വലത്തെ കൈനീട്ടി വെറ്റില ആവശ്യപ്പെടുകയാണ്. വാക്കുകൾ ഉയർന്നില്ല. പക്ഷേ ആ സ്വരങ്ങൾ കേട്ടുകൊണ്ടിരുന്നു. അവൾ ജനവാതിലുകൾ തുറന്നിട്ടു. വടക്കേ ജനവാതിലിന്റെ പടിമേൽ ഒരു കാൽമുട്ട് മടക്കി നിന്നുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. വളരെ ദൂരെ പണ്ട് പറയന്മാർ മരക്കുഴലുകളിൽ ഊതാൻ പഠിച്ചുകൊണ്ടിരിക്കാറുള്ള ആ മരച്ചോടുകളിൽ നിലാവ് വീണ് കിടന്നിരുന്നു. ഒരൊറ്റ വിളക്ക് പോലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കണ്ണുകൾ ഇറുക്കി പൂഴി നിറഞ്ഞ ആ വളഞ്ഞ വഴിയിലേക്ക് നോക്കി. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അയാൾ വരാതിരിക്കില്ല. നിലാവെളിച്ചം തുടച്ചു നിളങ്ങുമ്പോൾ തെളിയുന്ന വെള്ളി എന്ന പോലെ അധികം തിളങ്ങിക്കൊണ്ടിരുന്നു. 8 മണിയെങ്കിലും ആയിരിക്കണം, അവൾ ആലോചിച്ചു. വാച്ചെടുക്കാൻ മറക്കേണ്ടിയിരുന്നില്ല. അവൾ സാരിയഴിച്ച് വരാന്തയിലെ അയക്കോലിൽ എറിഞ്ഞു. തുണിപ്പെട്ടിയിൽ നിന്ന് ഒരു പുളിയിലക്കര മുണ്ടെടുത്ത് ചുറ്റി. അതിന്റെ മടക്കുകളിൽ പഴക്കം കൊണ്ട് മഞ്ഞ നിറം പിടിച്ചു കഴിഞ്ഞിരുന്നു. ചുമരലമാരിയിൽ നിന്ന് ചന്ദനക്കട്ടകളിൽ ഒന്നെടുത്ത് കഴുകി. അത് തകർത്ത് വെള്ളത്തിൽ കലക്കി അവൾ തന്റെ മുഖവും കൈയും കഴുകി. കണ്ണാടി അന്വേഷിച്ച് അവൾ അതിന്റെ അടുത്ത മുറി തുറന്നു. ചുമരിന്മേൽ കൊത്തുകളുള്ള കൂട്ടിലിട്ട ആ കണ്ണാടി തൂങ്ങിക്കിടപ്പുണ്ട്. അവൾ അതിന്റെ പച്ച നിറത്തിലേക്ക് വിളക്കുയർത്തി. യാതൊരു മാറ്റവുമില്ല. രണ്ടായി മടഞ്ഞിടുന്നതിനു പകരം കെട്ടിയിരിക്കുന്നു തലമുടി. അല്പം കൂടി തടിച്ചിരിക്കാം മുഖം. കണ്ണുകളുടെ ചുവട്ടിൽ ചുളിവുകൾ വീണു തുടങ്ങിയോ എന്നൊരു സംശയം. പക്ഷെ 30 വയസ്സായെന്ന് ആർക്കും തോന്നുകയില്ല, തീർച്ച. അവൾ വിളക്കിന്റെ വട്ടക്കണ്ണി ചുമലിന്മേൽ തൂക്കി തലമുടി അഴിച്ചിട്ടു, മടഞ്ഞിട്ടു. എന്നിട്ട് മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അവൾ കോണിപ്പടികൾ ഇറങ്ങി. മുറികളിലെല്ലാം അവൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കുകൾ നിന്നു കത്തി. അവൾ വാതിൽ തുറന്നിട്ട് പുറത്തെ ചവിട്ടുപടിന്മേൽ ചെന്നിരുന്നു. മരങ്ങൾ ഇരുട്ടിലായിരുന്നു. പക്ഷേ പൂഴിയിൽ വീണ് കിടക്കുന്ന ഇലകളെ അവൾ നിലാവെളിച്ചത്തിൽ കണ്ടു. ഇടത്തോട്ട് തലതിരിച്ചു നിൽക്കുന്ന അധികം ഇലയില്ലാത്ത ആ മരത്തിന്റെ ഒരു കൊമ്പത്ത് ഏതോ ഒരു കറുത്ത പക്ഷി ഇരിക്കുന്നത് അവൾ കണ്ടു. കാലം കോഴിയായിരിക്കുമോ എന്നവൾ സംശയിച്ചു. ഈശ്വര, അത് ശബ്ദിക്കരുതിപ്പോൾ. അയാൾ വന്ന് അടുത്തെത്തിയിട്ടേ അവൾ അറിഞ്ഞുള്ളൂ. വെളുത്ത നിലാവിൽ അയാളുടെ മുഖം അലിഞ്ഞു ചേർന്നു പോലിരുന്നു. പക്ഷെ പിന്നോക്കം ചീന്തിയിട്ട ആ തലമുടി തീക്കനൽ പോലെ തിളങ്ങിയിരുന്നു. എനിക്ക് അവിടെ നിന്ന് പുറത്തു ചാടാൻ സാധിച്ചില്ല. വേറെ 2 ആളുകൾ കൂടി കാറിൽ കയറി. അവരെയൊക്കെ സ്റ്റേഷനിൽ എത്തിച്ച്. അവൾ എഴുന്നേറ്റ് അയാളുടെ ചുമലിൽ കൈവച്ചു. മിണ്ടാതിരിക്കെ, സംസാരിക്കരുത്. ഈ കളി അയാൾക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? സോപ്പ് വെള്ളത്തിൽ ഊതി കുമിളകൾ ഉണ്ടാക്കുന്നത് പോലെ അവളും വിശ്വാസം കൊണ്ട് ഈ മായ ഉയർത്തിയിരിക്കുകയാണ്. യാതൊന്നിനും മാറ്റമില്ല, യാതൊന്നിനും മാറ്റമില്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. ഊതി വീർപ്പിച്ചിരുന്ന ഇതെല്ലാം ആലോചനയില്ലാത്ത ചെറു വാക്കുകളെ കൊണ്ട് എന്തിന് അത്ര വേഗം നശിപ്പിക്കുന്നു? അയാൾ അവളുടെ മുഖം തന്റെ ചുമലിൽ ചായച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. ചെടികൾ, മരങ്ങൾ, പൂഴി, എല്ലാറ്റിനും മീതെ വീഴുന്ന നിലാവ്. നിന്റെ വീട്? വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. അകത്ത് കിടന്ന് വാതിലടച്ചപ്പോഴാണ് ആ പക്ഷി ശബ്ദിച്ചത്. അവളുടെ കൈകൾ വിറച്ചു. ഇതെന്തു ശബ്ദമാണ്? ഒരു പക്ഷിയുടെയോ? അവൾ അതിന് മറുപടി പറഞ്ഞില്ല. അതിന് ശബ്ദിക്കാനല്ലേ കഴിയുള്ളൂ. അവൾ സമാധാനിച്ചു. തനിക്ക് അത് കേട്ടില്ലെന്ന് നടിക്കാനും കഴിയും. അയാൾ നിശ്ചലനായി ചുമരിൻ ചാരിക്കൊണ്ട് നിന്നു. ഇളകരുത്, ഞാൻ നിങ്ങളെ ഈ വെളിച്ചത്തിൽ കാണട്ടെ, അവൾ പറഞ്ഞു.
അയാളെ ആ വീടിന്റെ അകത്ത് വെച്ച് കരിങ്കൽ തറമേൽ നിൽക്കുന്ന ആ തൂണിന്റെ അടുത്ത് നിൽക്കുന്നതായി കണ്ടപ്പോൾ അവൾ തന്നെത്താൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവോ? അയാൾ രണ്ട് കൈയും കാലുറയുടെ കീശകളിൽ ഇട്ടുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. നിലവിളക്കിന്റെ വെളിച്ചം അയാളുടെ മുഖം വരെ എത്തിയിരുന്നില്ല. അതുകൊണ്ട് അവൾ അത് കണ്ടില്ല. ശക്തിയുള്ള പല്ലുകൾ കാണിക്കുന്ന വളരെ സുന്ദരമായ ആ ചിരി അപ്പോൾ കണ്ടിരുന്നുവെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുമായിരുന്നില്ല. എവിടെയാണ് ഇരിക്കുക, എവിടെയാണൊന്ന് കിടക്കുക? അയാൾ ചുറ്റും കണ്ണോടിച്ചു. വല്ലാതെ വൃത്തികേടായിട്ടുണ്ടോ? അയാൾ ചുമലുകൾ കുലുക്കി. പിന്നീട് മുകളിലെ ആ ചുവന്ന കാലുള്ള കട്ടിലിന്മേൽ അവർ രണ്ടുപേരും കൂടി കിടക്കുമ്പോൾ അവൾ പറഞ്ഞു, ഇങ്ങനെ മാത്രമേ എനിക്ക് വിവാഹം ചെയ്യാൻ സാധിച്ചുള്ളൂ. അയാൾ കൗതുകത്തോടെ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് കിടന്നു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. എല്ലാവരുടെയും സമ്മതത്തോടെ സാധു കുട്ടി, ഇത് പാപമാണെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് ഒരു പാപമായിരിക്കില്ല. എന്റെ സാധു കുട്ടി. വിളക്കിന്റെ തിരി കെട്ടു. കാറ്റ് പഴയ വിജാഗിരികളിന്മേൽ ചാഞ്ചാടുന്ന ജനവാതിലുകളെ കരയിപ്പിച്ചുകൊണ്ടിരുന്നു. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു. നിനക്ക് ഇരുട്ടിൽ പേടിയാവുന്നുണ്ടോ? ഇല്ല. പുകയിലയുടെയും വിയർപ്പിന്റെയും മണമുള്ള അയാളുടെ നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി കേൾക്കണം. എന്നോട് എന്താണ് ഇതുവരെ ഒന്നും പറയാഞ്ഞത്? എന്താണ് പറയാനുള്ളത്? അച്ഛൻ ബാൻഡുകാരുടെ മീറ്റിംഗിൽ അധ്യക്ഷനാവും, റോട്ടറി ക്ലബുകളിൽ പ്രസംഗിക്കും, അമ്മ സ്നേഹിതന്മാരൊന്നിച്ച് ഉച്ചയ്ക്ക് ചീട്ട് കളിക്കും, ചെറിയ കേക്കുകളും ചായയും കഴിക്കും. പിന്നെ ഞാൻ വളർന്നു. ശക്തിയില്ലാത്ത, സ്നേഹിതനില്ലാത്ത ഒരു കുട്ടി. ഞാൻ എഴുതി തുടങ്ങി. അച്ഛൻ കുത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങി. എന്താണ് ഇത്ര വേഗത്തിൽ മതിയായത്? അവൾ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ആ കാലങ്ങളെപ്പറ്റി അയാൾ ആലോചിച്ചു തുടങ്ങിയാൽ, അവളിൽ നിന്ന് അയാൾ അകന്നെങ്കിൽ അതവൾക്ക് എങ്ങനെ സഹിക്കും? നമുക്ക് രണ്ടാൾക്കും കൂടി ഓർമ്മിക്കാൻ ഒരു കുട്ടിക്കാലം മതി, എന്റേത്. നീ എന്തൊരു സ്വാർത്ഥിയാണ്. അവൾ ചിരിച്ചു. അതിപ്പോഴേ മനസ്സിലാക്കുന്നുള്ളൂ? അല്ല, കഴിഞ്ഞ കൊല്ലം സ്റ്റീഫൻ സ്പെൻഡർ സംസാരിച്ചിരുന്ന ആ മീറ്റിംഗിൽ വെച്ച് എനിക്കത് മനസ്സിലായി. അവിടെ വെച്ചോ? അല്ല, അന്ന് മടങ്ങിയപ്പോൾ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയപ്പോ. നീ ഉറങ്ങിയോ? അവൾ ഒന്നും മിണ്ടിയില്ല. കണ്ടില്ലേ, നീയൊരു സ്വാർത്ഥിയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ അയാൾ ഉറങ്ങി. അയാളുടെ ക്രമത്തിലുള്ള ശ്വാസോച്ഛ്വാസം ശ്രദ്ധിച്ചുകൊണ്ട് അവൾ കുറച്ചു നേരം കിടന്നു. എന്നിട്ട് അവൾ ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക് കടന്നു. മുത്തശ്ശി കിടന്നിരുന്ന ആ മുറിയിൽ കട്ടിലിന്മേൽ ചുമരിൻ ചാരി ഇരുന്നു കൊണ്ട് അവൾ പറഞ്ഞു, കണ്ടില്ലേ, അതാണ് എന്റെ ഭർത്താവ്. ഞാൻ അയാളെ സ്നേഹിക്കുന്നു, അയാൾ എന്നെയും. അവളുടെ വാക്കുകൾ ആ മുറിയുടെ മൂലകളിൽ ചെന്ന് അലച്ചു. അവൾ കാൽമുട്ടുകളിൽ മുഖമമർത്തിക്കൊണ്ട് നിശ്ചലയായിരുന്നു. എന്തെങ്കിലും ചെറിയ ഒരു മറുപടി അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, മാഞ്ഞുപോയൊരു കാൽവെപ്പിന്റെ മൃദുവായ ശബ്ദമോ, മൂലകളിൽ കറുത്ത പട്ടികളെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു നിശ്വാസമോ, എന്തെങ്കിലും. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണോ? ചുമരിന്മേൽ തൂക്കിയിട്ടിരുന്ന ശ്രീകൃഷ്ണന്റെ ഒരു പടത്തിന്റെ പിന്നിൽ നിന്ന് എന്തോ ഒരു ചെറിയ ശബ്ദം പുറപ്പെട്ടു. അവൾ കണ്ണിമയ്ക്കാതെ നോക്കി. ഒരു വലിയ എട്ടുകാലി പുറത്തേക്ക് വന്ന് ആ ചില്ലിന്റെ മീതെ അരിച്ചു. തനിക്ക് ഓർമ്മിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ, അവൾ വ്യസനിച്ചു. മുത്തശ്ശിയുടെ മുഖം എങ്ങനെയായിരുന്നു? ആ കറുത്ത പുള്ളി ഇടത്തെ കവളത്തായിരുന്നുവോ? എന്തോ അറിയില്ല. അവൾ എഴുന്നേറ്റ് അയാൾ കിടന്നിരുന്ന മുറിയിലേക്ക് പോയി. അവൾ കിടക്കമേൽ വന്ന് കിടന്നപ്പോൾ അയാൾ ഉണർന്നു. പക്ഷേ അവളെ അടുത്ത് കണ്ടപ്പോൾ യാതൊരു അത്ഭുതവും കാണിച്ചില്ല. അവൾക്ക് സ്ഥലമുണ്ടാക്കി കൊടുക്കാൻ അയാൾ ചുമരിന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു.
നിലാവിൽ അയാളുടെ മുടി ചെമ്പ് നിറമായിരുന്നു. ചീഞ്ഞ പഴങ്ങൾ നിലത്ത് വീഴുന്നത് പോലെ. എന്ത്? മരിച്ചവർ. നീ മരിച്ചവരെ പറ്റി ഇങ്ങനെ എപ്പോഴും ആലോചിക്കുന്നത് നന്നല്ല. ആലോചന കൂടി നിർത്തി അവരെ കൂടുതൽ മരിപ്പിക്കണോ? ഉറങ്ങു കുട്ടി, നീ ക്ഷീണിച്ചിരിക്കുന്നു. അയാളുടെ ദേഹം മഞ്ഞിൽ തണുത്തിരുന്നു. അവൾക്ക് അത് തിരുവാതിര കാലമാണെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നു. ജനവാതിലടയ്ക്കാം, മഞ്ഞുണ്ട്. അവൾ എഴുന്നേറ്റ് ജനവാതിലടയ്ക്കാൻ ചെന്നു. പക്ഷേ തല പരത്തിയിട്ട രാക്ഷസനെ പോലെ നിൽക്കുന്ന ആ കൂറ്റൻ മാവ് കണ്ടപ്പോൾ അവൾ ജനവാതിൽ അടയ്ക്കാതെ മടങ്ങി. ഇവിടെയുള്ള ആ മാവിൻ ചുവട്ടിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. ഇളം മഞ്ഞ നിറമാണ് ആ മാങ്ങയ്ക്ക്. ഞാൻ ആദ്യം മാങ്ങ തിന്നുന്നത് 2 കൊല്ലം മുമ്പാണ്, ഇന്ത്യക്ക് വരുന്നതിന് മുമ്പ്. ഷോ, ഓ ഞാൻ മറന്നു. എനിക്ക് നിന്റേതല്ലാത്ത ഒരു ഭൂതകാലമില്ലെന്ന് ഞാൻ മറന്നു. അയാൾ ചിരിച്ചു. ഈ എഴുത്തുകാർ എന്തൊരു ബോറന്മാരാണ്. ഇരുട്ടിൽ അവർ രണ്ടുപേരും കൂടി ചിരിച്ചു. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ ഒരു കവിത എഴുതി. അത് ഈശ്വരനെ പറ്റിയായിരുന്നു, തത്വചിന്ത മുതലായതൊക്കെ. ഇപ്പോൾ ഞാൻ എലിയെ പറ്റിയും മറ്റും എഴുതുന്നു. അയാൾ വീണ്ടും ഉറങ്ങി. വളരെ നേരം അവൾ ആലോചിച്ചുകൊണ്ട് കിടന്നു. യാതൊരു ക്രമവുമില്ലാതെ ഓരോ പഴയ ഓർമ്മകൾ അവളെ ചുറ്റിക്കൊണ്ടിരുന്നു. ഇളം മഞ്ഞ നിറത്തിലുള്ള മാങ്ങകൾ കാറ്റിൽ വീഴുകയാണ്. മഞ്ഞു വീണ് വാസന തീരെ പോയി. വിളർത്ത വെള്ള പനിനീർ പൂക്കൾ ഉമ്മറത്ത് നിന്ന് ചാഞ്ചാടുകയാണ്. കാക്കകൾ തിളങ്ങുന്ന സാളഗ്രാമങ്ങൾ പോലെ വെയിലിൽ ഉണങ്ങാൻ കിടക്കുന്ന നെല്ലിൽ പോയി ഇരിക്കുകയാണ്. കഴുത്തിൽ നീല മണികൾ കെട്ടിയ ഒരു പശുക്കുട്ടി മെലിഞ്ഞ കാലുകളിന്മേൽ ഓടിക്കളിക്കുകയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൾ ഉണർന്നു. അയാൾ ഷൂസുകളിട്ട് കഴിഞ്ഞിരുന്നു. ആ വരാന്തയിൽ കൂടി നടക്കുന്ന അയാളുടെ കാൽവയ്പ്പുകൾ കേട്ടാണ് വാസ്തവത്തിൽ അവൾ ഉണർന്നത്. കാൽക്കൽ ചുമരിന്മേൽ പാമ്പുകളെ കഴുത്തിൽ കെട്ടിയ ശിവന്റെ ഒരു മങ്ങി തുടങ്ങിയ ചിത്രം തൂങ്ങിയിരുന്നു. അവൾ കണ്ണുകളടച്ച് പിറുപിറുത്തു. ശിവന്റെ ഭാര്യ പാർവതി. ഉണർന്നുവോ? എന്താണ് പറഞ്ഞത്? അയാൾ മുറിയിലേക്ക് വന്നു. അയാളുടെ മുടി ചീകി കഴിഞ്ഞിരുന്നു. അവൾ അയാളുടെ കൈവിരലുകൾ തൊട്ടു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഉവ്വ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് മലയാളത്തിൽ പറയാൻ സാധിക്കുമോ? എന്താവശ്യം? അവൾ എഴുന്നേറ്റു. വരൂ, നമുക്ക് വെളിച്ചം ജാസ്തിയാവുന്നതിന് മുമ്പേ മടങ്ങണം. അവർ വിളക്കുകൾ കെടുത്തി ജനവാതിലുകൾ അടച്ചു. അവൾ സാരിയെടുത്ത് ചുറ്റി, മുഖം കഴുകി. ഒടുവിൽ അവൾ വാതിൽ പൂട്ടി താക്കോൽ കൈസഞ്ചിയിലിട്ടപ്പോൾ അയാൾ കീശയിൽ നിന്ന് ഒരു മരപ്പാവയെ പുറത്തെടുത്ത് അവളെ കാണിച്ചു. അത് കറുത്ത മരം കൊണ്ട് പരുക്കൻ മട്ടിൽ ചെത്തിയുണ്ടാക്കിയ ഒരു സ്ത്രീരൂപമായിരുന്നു. അതിന്റെ തലമുടി നെറുകയിൽ കെട്ടിവെച്ചിരുന്നു. കൈകൾ നെഞ്ചിൽ ചേർത്ത് വെച്ചിരുന്നു. ആ, എന്റെ മരപ്പാവ. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം കാണുകയാണെങ്കിലും അവൾക്കതിന്റെ ഓർമ്മ വന്നു. മാത്രമല്ല, അതുണ്ടാക്കിയ ആശാരിയുടെ മുറുക്കിച്ചു വന്ന പല്ലുകളും അന്ന് മുത്തശ്ശി അത് കണ്ടപ്പോൾ ചിരിച്ചതും എല്ലാം. ഇതെന്തിനാണ് നിങ്ങൾ എടുത്തുകൊണ്ട് വന്നത്? അയാൾ അവളുടെ ചുമലുകൾ കയ്യെറിഞ്ഞു. നമ്മുടെ മകന് കളിക്കാൻ. അവൾ നന്ദിയോടെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. കുറച്ചുനേരം നടന്നതിനു ശേഷം അവൾ പിന്നോക്കം നോക്കി. വീടിന്റെ മുറ്റത്ത് ഇടത്തോട്ട് തല തിരിച്ചെന്ന പോലെ നിൽക്കുന്ന മരത്തിന്മേൽ ഇലകൾ ഉണ്ടായിരുന്നില്ല. വെണ്ണ നിറത്തിലുള്ള പൂക്കുലകൾ മാത്രം. ആ മരത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? അയാൾ തലയാട്ടി. നീർമാതളം. അവർ വീണ്ടും നടന്നു തുടങ്ങി. അത് വളരെ ഭംഗിയുള്ള ഒരു മരമാണ്.
ഞാൻ കുട്ടിക്കാലത്ത് ഉണർന്നെഴുന്നേറ്റ് മുറ്റത്തെത്തിയാൽ അവിടെ മഞ്ഞിൽ നനഞ്ഞ പൂക്കൾ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. നീ അതടുത്ത് മണത്തു നോക്കും. വാസനയില്ലെന്ന് കണ്ടാൽ നിലത്തെറിയും. അതെങ്ങനെ അറിഞ്ഞു? അയാൾ അവളുടെ കണ്ണുകളിൽ നോക്കി ചിരിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. രാവിലത്തെ സ്വർണ്ണ വെളിച്ചത്തിൽ അയാളുടെ മുടിയും ആ സ്വർണ്ണ നിറമായിരുന്നു. കൊയ്ത്തെടുക്കുമ്പോൾ ഉച്ചവെയിലിൽ തിളങ്ങുന്ന നെൽപ്പാടങ്ങളെപ്പറ്റി അവൾ ഓർത്തു. ഓവർ. ഓക്കെ മാം, താങ്ക് യു. ഉഷ മാമിനോട് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഉഷ മാം. എല്ലാവർക്കും നമസ്കാരം. മാധവിക്കുട്ടി, കമലാദാസ്, കമല സുരയ്യ, ഈ പേരുകളെല്ലാം നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ഭിന്നപദങ്ങൾ. പെരുമയുടെ നാലപ്പാട്ട് തറവാട്ടിലെ പിൻതലമുറക്കാരി, സാഹിത്യത്തിന്റെ അരങ്ങിലെ റാണി, നീർമാതളപ്പൂവിന്റെ ഗന്ധവും നെയ്പായസത്തിന്റെ നറുമധുരവും ബാക്കിയാക്കി ആകാശത്തണലിലേക്ക് യാത്രയായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മാധവിക്കുട്ടി. നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയാണ് ഞാൻ ഇന്നിവിടെ വായിക്കുന്നത്. 33 വർഷങ്ങൾക്ക് ശേഷം നഷ്ടപ്പെട്ടതെന്തോ തേടിക്കൊണ്ട് മധുരയിൽ വന്നെത്തിയതായിരുന്നു ശസ്ത്രക്രിയാ വിദഗ്ധയായ ഡോക്ടർ സുഭദ്രാദേവി. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്ന് വല്ലവരും ചോദിച്ചിരുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് തൃപ്തികരമായ ഒരു മറുപടി പറയാൻ സുഭദ്രയ്ക്ക് കഴിയുമായിരുന്നില്ല. പണ്ടെങ്ങോ ഈ നഗരത്തിൽ വെച്ച് അനുഭവിച്ചു തീർത്ത വേദനയെ തേടിയാണോ ഈ മടക്കയാത്ര? ആ വേദനയുടെ മാധുര്യം അന്വേഷിച്ചു മാത്രമല്ലേ കഴിവുകൾ പറഞ്ഞ് രോഗികളെയും ആശുപത്രി അധികൃതരെയും സമാശ്വസിപ്പിച്ച് താൻ ഡ്രൈവറെയും കൂടി ഒഴിവാക്കി കാറിൽ ഈ ദീർഘയാത്രയ്ക്ക് മുതിർന്നത്? ശസ്ത്രക്രിയ കഴിഞ്ഞ് നീക്കപ്പെട്ട ഒരവയവത്തെ തേടി രോഗി ആശുപത്രിയിലേക്ക് മടങ്ങാറുണ്ടോ? ഒരിക്കലുമില്ല. ഈ യാത്ര തന്റെ അവിവേകമാണ് വെളിപ്പെടുത്തുന്നത്, സുഭദ്ര തന്നോട് തന്നെ പറഞ്ഞു. മധുര വിട്ട് മദ്രാസിൽ പഠിച്ചിരുന്നപ്പോഴും പിന്നീട് ഭർത്താവ് ഒന്നിച്ച് കോഴിക്കോട്ട് ജീവിച്ചപ്പോഴും മധുര എന്ന നഗരം ഒളിമങ്ങിയ ഒരു കിനാവ് എന്ന പോലെ സുഭദ്രയിൽ തങ്ങി നിന്നു. മുല്ലയും പിച്ചകവും ജമന്തിയും കാട്ടുതുളസിയും മണക്കുന്ന തെരുവുകളും കോടി മണക്കുന്ന ജൗളിക്കടകളും മീനാക്ഷി ക്ഷേത്രത്തിന്റെ മിനുത്ത അകത്തളങ്ങളും തിലഹോമത്തിന്റെ തിരികളും സന്ധ്യയ്ക്ക് തന്റെ ഗുരുനാഥൻ ആലപിച്ച നീലാംബരിയും സുഭദ്രയുടെ അകത്ത് ചിരഞ്ജീവികളായി വാണു. ആ സ്മരണകളെ കുളത്തിൽ നിന്ന് ചണ്ടികളെ എന്നോണം പറിച്ചു നീക്കുവാൻ അവളുടെ ഭർത്താവ് പലപ്പോഴും ശ്രമിച്ചു. ആ സ്മരണകൾ അവളിൽ അവശേഷിക്കുമ്പോൾ അവൾ തന്റെ സ്വന്തമാവുകയില്ല എന്ന് അയാൾ ഭയന്നു. മധുരയെപ്പറ്റി സംസാരിക്കുമ്പോൾ സുഭദ്രെ, നീ മറ്റൊരാളായി മാറുന്നു, അയാൾ പറഞ്ഞു. തന്നെ സംഗീതം അഭ്യസിപ്പിച്ച ബ്രാഹ്മണ യുവാവിനെ പറ്റി സുഭദ്ര അപൂർവമായി മാത്രം സംസാരിച്ചു. എന്നിട്ടും ആ ഗുരു ശിഷ്യബന്ധത്തിന്റെ കറുത്ത നിഴൽ അവളുടെയും ഭർത്താവിന്റെയും നടുവിൽ വീണു കിടന്നു. സത്യം പറയൂ, നീ മറ്റു വല്ലവരുടെയും കാമുകിയായിരുന്നോ? ഭർത്താവ് ചോദിച്ചു. വിവാഹിതയാവുന്നത് വരെ ഞാൻ കന്യകയായിരുന്നു, അവൾ പറഞ്ഞു. അഭിമാനത്തോടെയല്ല അവൾ ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയത്. കന്യകാത്വം നഷ്ടപ്പെടാഞ്ഞത് ഒരു ദൗർഭാഗ്യമായി താൻ കരുതുന്നു എന്ന ധ്വനി അവളുടെ സ്വരത്തിലുണ്ടായിരുന്നു. ഭർത്താവ് ദുഃഖിതനായി. ഡോക്ടർ സുഭദ്രാദേവിയും അവരുടെ ഭർത്താവായ ചന്ദ്രശേഖര മേനോനും ആദർശ ദമ്പതികളാണെന്ന് മിത്രങ്ങളും പരിചിതരും പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ സുഭദ്ര ആ പ്രഖ്യാപനത്തെ എതിർത്തില്ല. ആ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടി കണ്ടെത്തിയതുമില്ല. ഹൃദയത്തിന്റെ ഒരു അജ്ഞാത കോണിൽ പ്പെട്ട മരവിപ്പോടെ അവൾ ഭർത്താവുമായി ഇണചേർന്നു. വിമുഖത വെളിപ്പെടുത്താതെ തന്നെ ഒരു സവർണ ഹിന്ദു സ്ത്രീയുടെ ഗാർഹിക കടമകൾ രാവും പകലും നിറവേറ്റി. എന്നിട്ടും ഭർത്താവ് പരാതിപ്പെട്ടു. നീ 100% ആത്മാർത്ഥത പുലർത്തുന്നത് നിന്റെ രോഗികളോട് മാത്രമാണ്. ചികിത്സകനും ചികിത്സിക്കപ്പെട്ടവനും തമ്മിലുള്ള ബന്ധം മാത്രമേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ. എനിക്കും നിന്റെ രോഗികളോട് കലശലായ അസൂയ തോന്നുന്നു. ആ വാക്കുകൾ അവളെ ഭയചകിതയാക്കി. ഭാര്യ എന്ന നിലയിൽ താൻ പരാജയപ്പെട്ടുവോ? സ്ത്രീ എന്ന നിലയിൽ താൻ അപൂർണയാണോ? തന്റെ സിരകൾക്ക് ചൂട് പകരുവാൻ ഭർത്താവിന് കഴിഞ്ഞിട്ടില്ല. സുഭദ്ര ചിന്തിച്ചു.
ശാസ്ത്രികൾ കുളിക്കാറുള്ള ക്ഷേത്രകുളത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠത്തിയുടെ മകളും തന്റെ സതീർത്ഥിയുമായ ജ്ഞാനാമ്പാളുടെ കൂടെ നീന്തുവാൻ ഇറങ്ങിയതും വെള്ളം കുടിച്ചു മുങ്ങിത്താഴുന്നതും അവൾ വീണ്ടും ഓർത്തു. ജ്ഞാനത്തിന്റെ നിലവിളി കേട്ട് അദ്ദേഹം നീന്തി വന്നു തന്നെ പൊക്കിയെടുത്ത് രക്ഷപ്പെടുത്തിയതും അവൾ ഓർമ്മിച്ചു. തന്നെ മാറോടണിച്ച് അദ്ദേഹം നീന്തിയപ്പോൾ തന്റെ ശരീരം നീർച്ചുഴികളുള്ള സമുദ്രം പോലായി. ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് താഴ്ന്നതുപോലെ ഒരു തോന്നൽ അടിവയറ്റിൽ അനുഭവപ്പെട്ടു. അതായിരുന്നോ കാമത്തിന്റെ ആദ്യ ആക്രമണം? പൂണൂലൊട്ടിക്കിടക്കുന്ന ആ മാർവിടത്തിന്റെ സ്പർശം വീണ്ടും ഏൽക്കുവാൻ താൻ എത്ര തവണ ആഗ്രഹിച്ചു. വിയർപ്പിൽ നനഞ്ഞ സിന്ദൂരപ്പൊട്ടും ആ കഴുത്തിലണിഞ്ഞ ഒറ്റ രുദ്രാക്ഷവും അവളുടെ കിനാവുകളിൽ പ്രവേശിച്ചു. വിവാഹിതയായിട്ടും ആ സിന്ദൂരപ്പൊട്ട് സ്മരണയിൽ നിന്നോ സ്വപ്നങ്ങളിൽ നിന്നോ മാഞ്ഞു പോയില്ല. മധുരയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു സുഭദ്രയുടെ അച്ഛൻ. തന്റെ കൂട്ടുകാരികൾ ഒരു രാമാനുജം ശാസ്ത്രികളുടെ മഠത്തിൽ പോയി സംഗീതം പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുഭദ്രയ്ക്കും ആ ക്ലാസ്സിൽ ചേരുവാൻ അദ്ദേഹം അനുവാദം നൽകി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിത ജ്ഞാനത്തിന്റെ അമ്മാവനാണ് ശാസ്ത്രികൾ എന്ന് സുഭദ്ര പറഞ്ഞപ്പോൾ അച്ഛന് അവളെ വൈകുന്നേരം മഠത്തിലേക്ക് അയക്കുവാൻ യാതൊരു വൈമനസ്യവും തോന്നിയില്ല. ജ്ഞാനത്തിന്റെ ഒന്നിച്ചു പോവുക, ജ്ഞാനത്തിന്റെ ഒന്നിച്ച് വീട്ടിലേക്ക് മടങ്ങുക, അത്രമാത്രം. ജ്ഞാനം കോലാടിന്റെ മുഖഛായയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അവൾ സുഭദ്രയെ തടിച്ച് എന്ന് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. സുഭദ്ര ധരിച്ച വസ്ത്രങ്ങളുടെ കടുത്ത നിറങ്ങൾ അവളുടെ ഇരുണ്ട ശരീരത്തിന് ചേരുകയില്ല എന്നും ജ്ഞാനം സദാസമയം ആവർത്തിച്ചു പറഞ്ഞു. സുഭദ്രയുടെ കനത്ത മുടി അസുരമുടിയാണെന്നും ജ്ഞാനം അഭിപ്രായപ്പെട്ടു. ജ്ഞാനത്തിന്റെ അഭിപ്രായങ്ങൾ സുഭദ്രയിൽ ഒരു അപകർഷതാബോധം വളർത്തി. താൻ ഉന്നത കുലജാതയാണെന്ന വസ്തുത ജ്ഞാനം നിരന്തരം സ്നേഹിതയെ ഓർമ്മിപ്പിച്ചു. നീ മീനും ഇറച്ചിയും തിന്നുന്നവളല്ലേ? നിനക്ക് സംഗീതത്തിൽ നൈപുണ്യം നേടുവാൻ ഒരിക്കലും കഴിയില്ല. ഇറച്ചി തിന്നുന്ന വായ കീർത്തനങ്ങൾക്ക് വഴങ്ങുകയില്ല, ജ്ഞാനം പറഞ്ഞു. ആ പ്രസ്താവനയ്ക്ക് ശേഷം സുഭദ്ര സസ്യപ്പുക്കായി മാറി. മകളുടെ ഭക്ഷണ രീതിയിൽ പെട്ടെന്ന് വന്ന പരിവർത്തനം അച്ഛനമ്മമാരെ ആശ്ചര്യപ്പെടുത്തി. വറുത്ത മത്സ്യമില്ലാതെ ഭക്ഷണം കഴിക്കുവാൻ വിസമ്മതിച്ചിരുന്ന സുഭദ്രയോ തൈർച്ചോറും അച്ചാറും രുചിയോടെ ഭക്ഷിക്കുന്നത്. ജ്ഞാനത്തിന്റെ സമ്പർക്കം മൂലമാവാം സുഭദ്ര ഫ്രോക്കുകൾ ധരിക്കാതായി. പാവാടയും ധാവണിയും മാത്രം ഉപയോഗിച്ചു തുടങ്ങി. മുടി വളർത്തി തുടങ്ങി. മുടിയിൽ വൈകുന്നേരം മുല്ലപ്പൂമാല ധരിക്കുവാനും അവൾ ആരംഭിച്ചു. അവളുടെ നാവിൽ രാഗങ്ങൾ എല്ലാം ഇപ്പോഴും മുതിർന്നു. അങ്ങനെയിരിക്കുമ്പോൾ ഒരു ദിവസം രാമാനുജൻ ശാസ്ത്രികൾ തന്റെ വൃത്തമാതാവിനെയും കൊണ്ട് നേത്ര ചികിത്സാലയത്തിൽ വന്നെത്തി. അമ്മയ്ക്ക് തിമിരമായിരുന്നു. അമ്മയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കുവാനാണ് സുഭദ്രയുടെ അച്ഛന്റെ സമീപം വന്നത്. ഞാൻ സുഭദ്രയെ പാട്ട് പഠിപ്പിക്കുന്ന ശാസ്ത്രികളാണ്, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഭാഗവതർ വൃത്തനായിരിക്കുമെന്നാണ് സുഭദ്രയുടെ അച്ഛൻ വിശ്വസിച്ചിരുന്നത്. പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു പുരുഷ കേസരിയാണ് ആ യുവാവെന്ന് സുഭദ്രയുടെ അച്ഛന് തോന്നി. ഈ കോമള ബ്രാഹ്മണന്റെ മഠത്തിലേക്കോ തന്റെ ഏകപുത്രി എല്ലാ വൈകുന്നേരവും യാത്ര ചെയ്തത്? അവളിൽ വന്നുകൂടിയ പരിവർത്തനങ്ങൾ അദ്ദേഹത്തിന് ആ നിമിഷത്തിൽ ഓർമ്മ വന്നു. വാശി പിടിച്ചു മൂക്കു കുത്തിച്ചത്, വൈകുന്നേരം പൂമാലകൾ ചൂടിയത്, പുതിയ വസ്ത്രധാരണ രീതി, സസ്യഭോജനത്തിലുള്ള താല്പര്യം, ഇവ ഓരോന്നും മകൾ ഗുരുനാഥനെ പ്രേമിച്ചു വന്നതിന്റെ തെളിവായി അച്ഛന് തോന്നി. എങ്ങനെ ആകർഷിക്കപ്പെടാതിരിക്കും? 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ നിഷ്കളങ്ക ബാലിക ഗുരുനാഥന്റെ ആജ്ഞാനുവർത്തിയായി മാറിയിരിക്കാം. അയാൾ അവളെ വശീകരിച്ചിരിക്കാം. അച്ഛൻ പറഞ്ഞു, നാളെ മുതൽ സുഭദ്ര പാട്ടിന് വരില്ല. സന്ധ്യയ്ക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളെ പട്ടി കടിക്കുമെന്ന് വിചാരിച്ച് എനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. താൻ സുഭദ്രയുടെ വീട്ടിലേക്ക് ഞായറാഴ്ച വന്ന് അവളെ സംഗീതം അഭ്യസിപ്പിക്കാമെന്ന് ശാസ്ത്രികൾ വിനയത്തോടെ അറിയിച്ചു. വേണ്ട, സുഭദ്രയെ മദ്രാസിൽ കൊണ്ടുപോയി കോളേജിൽ ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സുഭദ്രയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെ സുഭദ്ര മദ്രാസിലെത്തി. പ്രേമവിഹുലമായ മനസ്സും കൊണ്ട് വിരഹിണിയായി അവൾ അവിടെ ജീവിച്ചു. മെഡിസിന് ചേർന്ന് സ്വപ്രയത്നത്താൽ ഡോക്ടറായി വീട്ടിൽ മടങ്ങിയെത്തി. അവളുടെ വിവാഹം ആ വർഷത്തിൽ തന്നെ നടത്തുവാൻ തീരുമാനിച്ചു. അച്ഛൻ തിരഞ്ഞെടുത്ത വരൻ ധനികൻ, ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ. അവൾ പ്രതിഷേധിച്ചില്ല. ശാസ്ത്രികൾ അപ്പോഴേക്കും തന്റെ അനന്തരവളായ ജ്ഞാനത്തെ വിവാഹം ചെയ്തു കഴിഞ്ഞിരുന്നു. ജ്ഞാനം ജനിച്ച നാൾ തൊട്ട് ആ കുടുംബാംഗങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതായിരുന്നു അത്തരം ഒരു ബന്ധം വേണമെന്ന്. വിവാഹിതയായ ജ്ഞാനം
പുതിയ പട്ടുചേലയുടുത്ത് കപോലങ്ങളിൽ പച്ചമഞ്ഞൾ തേച്ച് സുഭദ്രയെ കാണുവാനെത്തി. അവൾ സന്തുഷ്ടയായി കാണപ്പെട്ടു. ശാസ്ത്രികൾക്ക് തന്നോടുള്ള വാത്സല്യത്തെപ്പറ്റി ജ്ഞാനം പറയുവാൻ ആരംഭിച്ചപ്പോൾ സുഭദ്ര അവളുടെ വായ പൊത്തി. എനിക്ക് ഇത്തരം രഹസ്യങ്ങൾ അറിയുവാൻ താല്പര്യമില്ല, അവൾ ജ്ഞാനത്തോട് പറഞ്ഞു. നിനക്ക് എന്നോട് അസൂയ തോന്നുന്നു അല്ലേ? നിനക്ക് അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എന്ത് മഹാപാപമാണ് ഇത്തരം അസംബന്ധങ്ങൾ പറയൽ. എനിക്ക് ശാസ്ത്രികളോട് ഒരു ശിഷ്യയ്ക്ക് തോന്നുന്ന ഭക്തിയും ബഹുമാനവും മാത്രമേ തോന്നിയിട്ടുള്ളൂ, സുഭദ്ര പറഞ്ഞു. ജ്ഞാനം പൊട്ടിച്ചിരിച്ചു. നിന്റെ ഭക്തിയും ബഹുമാനവും എനിക്കറിയാം. അദ്ദേഹം നിന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നീ അദ്ദേഹത്തിന്റെ ശരീരം മുറുക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ. മുങ്ങി മരിക്കാറായ ആരുടെ കൈകൾക്കും രക്ഷിച്ചവനെ മുറുക്കെ പിടിക്കുവാൻ സാധിക്കുകയില്ല, ഞാനും പറഞ്ഞു. നീ അപരാധം പറഞ്ഞു പരത്തരുത്. എന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു, സുഭദ്ര പിറുപിറുത്തു. തന്റെ കിടപ്പറ രഹസ്യങ്ങൾ ഓരോന്നോരോന്നായി സതീർത്ഥിക്ക് കൈമാറാമെന്ന് ജ്ഞാനം പറഞ്ഞപ്പോൾ നീരസത്തോടെ സുഭദ്ര എഴുന്നേറ്റ് മുറി വിട്ടുപോയി. ശാസ്ത്രികളെ കാണുവാനോ അദ്ദേഹത്തെ വിവാഹത്തിന് ക്ഷണിക്കുവാനോ സുഭദ്ര തുനിഞ്ഞില്ല. സുഭദ്രയുടെ ഭർത്താവ് അവളുടെ സ്നേഹരഹിതമായ പെരുമാറ്റത്തെ വിമർശിച്ചു. ക്ലിനിക്കിൽ വരുന്ന രോഗികളുടെ രക്ഷകരോ രോഗത്തെപ്പറ്റിയല്ലാതെ രണ്ടക്ഷരം ഉരിയാടുമ്പോഴേക്കും അദ്ദേഹം അസ്വസ്ഥനായി ഇടനാഴിയിൽ ഉലാത്തി തുടങ്ങും. ആ കാലൊച്ച കേട്ട് രോഗികളും നിശബ്ദരായി. ചന്ദ്രശേഖര മേനോൻ തന്റെ ഭാര്യയുടെ രോഗികളോട് ഒരിക്കലും സംസാരിച്ചില്ല. അവരിൽ സുപരിചിതരോടും ചിരിച്ചില്ല. തന്നിൽ നിന്നും തന്റെ ഭാര്യയെ അകറ്റുന്ന ശത്രുക്കൾ എന്ന മട്ടിലാണ് അദ്ദേഹം അവരെ കണ്ടത്. സുഭദ്രയും താനും തനിച്ച് TV കാണുക, അന്യോന്യം പുസ്തകങ്ങൾ വായിച്ചു കേൾപ്പിക്കുക, നടക്കുവാൻ പോവുക, കാറിൽ സായാഹ്ന സവാരി ചെയ്യുക, ഇവയെല്ലാമായിരുന്നു ആ ഭർത്താവിന്റെ മോഹങ്ങൾ. പക്ഷെ ക്ലിനിക്കിന് മുന്നിൽ ക്യൂവിൽ നിന്ന് ജനവൃന്ദം സുഭദ്രയെ കാണാൻ കാത്തുനിന്നു. ഫോൺ സദാസമയവും ശബ്ദിച്ചു. ആശുപത്രികളിൽ നിന്ന് അടിയന്തര സന്ദേശങ്ങൾ വന്നെത്തി. ഉടനടി ശസ്ത്രക്രിയ ആവശ്യപ്പെടുന്ന അത്യാഹിതങ്ങളെപ്പറ്റി ആശുപത്രിക്കാർ സുഭദ്രയെ ഓർമ്മിപ്പിച്ചു. ചില ദിവസങ്ങളിൽ സുഭദ്ര ഉറങ്ങിക്കിടക്കുമ്പോൾ മേനോൻ ഫോണിൽ പറയും, ഡോക്ടർ സുഭദ്ര ഇവിടെ ഇല്ല, അമ്മയെ കാണുവാൻ ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ്. അത്തരം നുണകൾ സുഭദ്രയെ ചൊടിപ്പിച്ചു. എന്റെ രോഗി മരിച്ചാൽ നിങ്ങൾക്ക് ഛേദമില്ല, ഉവ്വോ? അവൾ ചോദിച്ചു. മരിക്കുവാൻ യോഗമുണ്ടെങ്കിൽ രോഗി മരിക്കും. നിനക്കും അയാളെ രക്ഷിക്കുവാൻ കഴിയില്ല. ദൈവത്തിലും വലുതാണോ ഡോക്ടർ? ചില രാത്രികളിൽ ഫോൺ ശബ്ദിക്കാത്ത അപൂർവ വേളകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സുന്ദരിയുടെ ത്വക്കിന്റെയും തലമുടിയുടെയും പരിമളം മേനോൻ ആർത്തിയോടെ നുകർന്നു. മുടിയിൽ നര വീണിട്ടും തന്റെ ഭാര്യയുടെ സൗകുമാര്യത്തിന് കോട്ടം തട്ടിയിട്ടില്ലെന്ന് അദ്ദേഹം ആശ്ചര്യത്തോടെ മനസ്സിലാക്കി. ലാളിക്കപ്പെടുന്നതിൽ പ്രതിഷേധിക്കാത്ത ആ ഭാര്യ ലാളിക്കുവാനോ പ്രേമം പ്രദർശിപ്പിക്കുവാനോ ഒരിക്കലും സന്നദ്ധയായില്ല. എനിക്ക് നിന്റെ രോഗികളോട് അസൂയ തോന്നുന്നു, മേനോൻ പറഞ്ഞു. ഒരു ഡോക്ടർക്ക് തന്റെ രോഗിയുടെ മിത്രമായും വർത്തിച്ചുകൂടെ എന്ന് സുഭദ്ര ഭർത്താവിനോട് ചോദിച്ചു. ഒരിക്കലും അത് പാടില്ല. സുഹൃദ്ബന്ധം സെന്റിമെന്റാലിറ്റിക്ക് വഴിയൊരുക്കും. ചികിത്സകനും അത് ചികിത്സിക്കപ്പെടുന്നവനും ഒരുപോലെ ആപൽക്കരമായി ഭവിക്കും. നിന്റെ മിത്രത്തിന്റെ വയറ് കീറുമ്പോൾ നിന്റെ വിരലുകൾക്ക് വിറയൽ അനുഭവപ്പെടില്ലേ? ചന്ദ്രശേഖര മേനോൻ അളന്നു ചിട്ടപ്പെടുത്തിയ ഒരു ജീവിത ശൈലിയാണ് ശീലിച്ചു വന്നത്. 3 or 4 മിത്രങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അവരുടെ വീടുകളിൽ ചെന്ന് ആഹാരം കഴിക്കുവാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. അവരെ മാത്രമേ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായുള്ളൂ. പരിചിതരെ ക്ലബിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് കണ്ടാൽ വെറും ഒരു പുഞ്ചിരി, 3 വാക്കിൽ ഒതുങ്ങുന്ന ഒരു കുശല അന്വേഷണവും, അത്രമാത്രം. അപരിചിതരുടെ മുമ്പിൽ ചന്ദ്രശേഖര മേനോന്റെ മുഖം പൂട്ടിയിട്ട കവാടമായി മാറി. വർഷത്തിലൊരിക്കൽ സുഭദ്ര തന്റെ ഭർത്താവ് ഒന്നിച്ച് ഗുരുവായൂരിലേക്ക് ക്ഷേത്ര ദർശനത്തിനായി പോവാറുണ്ടായിരുന്നു. ക്ഷേത്ര കവാടത്തിലേക്ക് നടക്കുമ്പോൾ കൈനീട്ടുന്ന യാചകർക്കായി 50 രൂപ നാണ്യങ്ങളാക്കി മാറ്റി മേനോൻ തന്റെ തൂവാലയിൽ കെട്ടി കരുതി വെച്ചു. സുഭദ്രയുടെ മേൽ ആരും ആ തിരക്കിൽ വന്ന് വീഴാതിരിക്കുവാൻ തന്റെ രോമനിബിഡങ്ങളായ കരങ്ങൾ കൊണ്ട് അവൾക്കു ചുറ്റും ഒരു രക്ഷാവലയം സൃഷ്ടിച്ചുകൊണ്ടാണ് മേനോൻ ക്ഷേത്രനടയിൽ മുന്നോട്ട് നീങ്ങിയത്. 50 രൂപയും യാചകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 51ാമനായ യാചകനോട് അദ്ദേഹം കയർക്കുക പതിവായിരുന്നു. പെട്ടെന്ന് ആ മുഖത്തെ ശാന്തത മാഞ്ഞു. പോ ആളെ ഉപദ്രവിക്കാതെ കടന്നുപോ, മേനോൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ശ്രീകോവിലിൽ വിഗ്രഹ ദർശനത്തിനായി ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും പുരുഷൻ തന്റെ ഭാര്യയെ
അറിയാതെ തന്നെ സ്പർശിച്ചു പോയാൽ മേനോൻ കയർക്കും. മുഖത്ത് കണ്ണില്ലേ? സ്ത്രീകളുടെ മേൽ കടന്നു വീഴണോ? അദ്ദേഹം ചോദിക്കും. 6 അടിയിലധികം ഉയരമുള്ള ഒരു ബലിഷ്ഠകായനായിരുന്നത് കൊണ്ടാവാം ആരും അദ്ദേഹവുമായി തർക്കിക്കുവാൻ ഒരുമ്പിട്ടില്ല. പക്ഷേ ലജ്ജ കൊണ്ടും അപമാനഭാരം കൊണ്ടും സുഭദ്രയുടെ മുഖം വിവരണമാകാറുണ്ടായിരുന്നു. തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്ന മേനോൻ ഒടുവിൽ അവളുടെ വന്ധ്യത്വം ഒരനുഗ്രഹമായി കണക്കാക്കി. കുട്ടികളെ ശ്രദ്ധിക്കുവാൻ നിനക്ക് ഒരിക്കലും സമയം കിട്ടുമായിരുന്നില്ല. നിനക്ക് എല്ലായ്പ്പോഴും രോഗികളെ പറ്റിയുള്ള ചിന്തയായിരിക്കും, അദ്ദേഹം പറഞ്ഞു. രോഗികളെ ശപിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ഒടുവിൽ ഒരു രോഗിയായി മാറിയപ്പോൾ സുഭദ്രയുടെ കുറ്റബോധം അവളെ അസ്വസ്ഥയാക്കി. അദ്ദേഹം അർഹിക്കുന്ന നീതി പുലർത്തുവാൻ തനിക്ക് കഴിഞ്ഞില്ല എന്ന് അവൾക്ക് തോന്നി. അദ്ദേഹത്തെക്കാൾ 10 ഇരട്ടി ധനം സമ്പാദിച്ചു തുടങ്ങിയതുകൊണ്ടാവാം തന്നിൽ അഹംഭാവം വളർന്നു വന്നത്. ആദ്യകാലത്ത് താൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു, ഭയപ്പെട്ടിരുന്നു. പുരാതനവും ശ്രേഷ്ഠവുമായ ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ തനിക്ക് ഭർത്താവായി വരുമെന്ന് സുഭദ്ര പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ തമിഴ്നാട്ടിൽ വളർന്നവളായതുകൊണ്ടും തന്റെ നിറം തവിട്ടായതുകൊണ്ടും അമ്മയുടെ നാട്ടിലേക്ക് ഓണക്കാലത്ത് ചെന്നെത്തുമ്പോൾ ബന്ധുക്കൾ തന്നെ ചെട്ടിച്ചി എന്ന് വിളിച്ചത് സുഭദ്ര ഓർത്തു. ചന്ദ്രശേഖര മേനോന് സുന്ദരികളെ വിവാഹം ചെയ്യാമായിരുന്നു, ആഭിജാത്യമുള്ള പെൺകുട്ടികളെ. മലയാളം തമിഴ് ചുമയോടെ മാത്രം ഉച്ചരിക്കുന്ന തന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഭാര്യയായി തെരഞ്ഞെടുത്തു? ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, നീ ദ്രൗപദിയുടെ രൂപലക്ഷണങ്ങൾ ഉള്ളവളാണ്. പക്ഷെ എന്നെ ഏറ്റവും ആകർഷിച്ചത് നിന്റെ വിനയശീലമാണ്. ആ വിനയശീലം എവിടെ പോയി ഒളിച്ചു? രോഗികൾക്കും രക്ഷകർക്കും കാണപ്പെട്ട ദൈവമായി മാറിയപ്പോൾ അവനവനെ പറ്റി അകാരണമായ മതിപ്പ് അവളിൽ ജനിച്ചു. താൻ ലോകത്തിന്റെ അച്ചുതണ്ടായി മാറിയെന്ന ഒരു ധാരണ അവൾക്കുണ്ടായി. വീട് പുതുക്കി പണിതു. കിടപ്പറയിൽ എയർ കണ്ടീഷണർ വന്നു ചേർന്നു. വേലക്കാരുടെ സംഖ്യ വർദ്ധിച്ചു. കരയില്ലാത്തതാണെങ്കിലും വില കൂടിയ പട്ടുസാരികൾ മാത്രം അവൾ ധരിച്ചു തുടങ്ങി. ഫർണിച്ചർ പുതുക്കി. തിരശീലകളും പരവതാനികളും പുതുക്കി. പുതുക്കാൻ കഴിയാത്ത ഏക വസ്തു അവളുടെ ഭർത്താവായിരുന്നു. അദ്ദേഹം ഉദ്യാനത്തിലും അകത്തളങ്ങളിലും പഴയ ബനിയനും മുണ്ടും മാത്രം ധരിച്ച് ഉലാത്തിക്കൊണ്ടിരുന്നു. മുൻവശത്തെ ഒരു പല്ല് വീണു പോയപ്പോൾ കൃത്രിമ ദന്തം വാങ്ങി വയ്ക്കുവാൻ വിസമ്മതിച്ചുകൊണ്ട്. പല്ലുണ്ടെങ്കിലും പല്ലില്ലെങ്കിലും ചന്ദ്രശേഖര മേനോൻ തന്നെ, അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സുഭദ്രയ്ക്ക് ആ ചിരിയിൽ പങ്കുകൂടുവാൻ മനസ്സ് വന്നില്ല. തന്റെ ജീവിതത്തിന് ജീർണത സംഭവിക്കുന്നുവെന്ന് ആ നിമിഷത്തിൽ അവൾക്ക് തോന്നി. സന്ധ്യാനേരത്ത് കുളിച്ച് വരാന്തയിൽ നിന്ന് മുടിയിഴകളിൽ വിരലോടിക്കുമ്പോൾ അവൾ ശാസ്ത്രികൾ നീലാംബരി ആലപിക്കുന്നതിനെപ്പറ്റി ഓർത്തു. വിദൂരതയിൽ സൂര്യൻ പട്ടട പോലെ എരിഞ്ഞു കെട്ടടങ്ങുമ്പോൾ അവൾ ആ ഗായകന്റെ കണ്ണുകളുടെ തീഷ്ണതയെപ്പറ്റിയും ഓർത്തു. നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രം ഒന്ന് സന്ദർശിക്കാം. ഞാൻ 2 ദിവസം അവധിയെടുക്കാം, സുഭദ്ര ഒരു ദിവസം ഭർത്താവിനോട് പറഞ്ഞു. ഗുരുവായൂർ ഉള്ളപ്പോൾ മലയാളികളായ നമുക്ക് മറ്റൊരു ക്ഷേത്രവും ആവശ്യമില്ല, മേനോൻ പറഞ്ഞു. രോഗഗ്രസ്തനാവുന്നതിന് മുമ്പാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. വാദം പിടിച്ച് ശരീരം തളർന്ന് അവശനായി കിടക്കുമ്പോൾ അദ്ദേഹം നിശബ്ദനായി കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ദുഃഖത്തിന്റെ കാരണങ്ങൾ സുഭദ്രയ്ക്ക് അജ്ഞാതങ്ങളായിരുന്നു. അവൾ സ്വന്തം കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത നാരങ്ങാ നീര് അദ്ദേഹത്തിന്റെ വായിൽ ഒഴിച്ചു കൊടുത്തു. സ്വയം അദ്ദേഹത്തിന്റെ ശരീരം ചൂടുവെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തോർത്തുകൊണ്ട് വൃത്തിയാക്കി. ഡോക്ടർ സുഭദ്രയുടെ പരിചരണം നോക്കിക്കണ്ട വേലക്കാരും മിത്രങ്ങളും അവളുടെ പാതിവൃത്യത്തെ ശ്ലാഘിച്ച് സംസാരിച്ചു. താൻ 3 ദിവസത്തിന് കോഴിക്കോട് വിടുകയാണെന്ന് ഡോക്ടർ സുഭദ്ര ആശുപത്രിയിൽ അറിയിച്ചപ്പോൾ രോഗികളുടെ ബന്ധുക്കൾ പരിഭ്രാന്തരായി. എന്തിനാണ് പരിഭ്രമിക്കുന്നത്? ഞാനല്ലാതെയും ഡോക്ടർമാർ ഇവിടെ ധാരാളമുണ്ടല്ലോ. എനിക്ക് വയസ്സായി തുടങ്ങി. ഞാൻ എന്നെന്നും ജീവിച്ചിരിക്കുകയില്ല, ഡോക്ടർ സുഭദ്ര പറഞ്ഞു. കോഴിക്കോട്ട് നഗരത്തിൽ ഏറ്റവും അധികം സൽപ്പേര് നേടിയെടുത്ത ഡോക്ടർ യഥാർത്ഥത്തിൽ സുഭദ്രയായിരുന്നു. ധനേച്ഛ കൂടാതെ ആതുരസേവനം നടത്തിയിരുന്ന ആ സ്ത്രീയെ സമൂഹം ആരാധിച്ചു. അത്ര ദൂരം സ്വയം ഡ്രൈവ് ചെയ്തു പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മിത്രങ്ങൾ അവളെ നിരുത്സാഹപ്പെടുത്തി. ഡ്രൈവറെ കൂടെ കൊണ്ടുപോവാൻ മനസ്സില്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരു ബന്ധുവിനെ കൂടെ കൊണ്ടുപോവാമല്ലോ, അവർ ചോദിച്ചു. തനിക്ക് ഏകാന്തത അത്യാവശ്യമായി തീർന്നിരിക്കുന്നു എന്ന് സുഭദ്ര പറഞ്ഞു. ഏകാന്തതയും മൗനവുമാണ് താൻ കാക്ഷിക്കുന്നതെന്ന് അവൾ തുറന്നു പറഞ്ഞു. ഒരു വിധവയ്ക്ക് അനുയോജ്യമായ വസ്ത്രധാരണ രീതി അവൾ ആയിടെയായി സ്വീകരിച്ചിരുന്നു. പക്ഷെ
മധുരയ്ക്ക് പോകുമ്പോൾ കടും നിറങ്ങളിലുള്ള പട്ടുപുടവകൾ അവൾ പെട്ടിയിൽ അടുക്കി വെച്ചു. മധുവിധുവിന് പുറപ്പെടുന്ന വധുവിന്റെ ഹൃദയമിടിപ്പോടെ അവൾ സാമാനങ്ങൾ ഒതുക്കി. സുഗന്ധദ്രവ്യങ്ങൾ, മുത്തുമാലകൾ, ചുവന്ന കല്ലുവെച്ച ആഭരണങ്ങൾ. മധുര 33 വർഷങ്ങൾക്ക് ശേഷം ഒരു അപരിചിത ഭാവം കൈക്കൊണ്ടതായി സുഭദ്രയ്ക്ക് തോന്നി. പഴയ വീടുകളിൽ മുക്കാലും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഫ്ളാറ്റുകളിൽ തിക്കിയും തിരുക്കിയും താമസിക്കുന്ന ജനങ്ങൾ. പൂക്കൾ വിറ്റിരുന്ന തെരുവിൽ സായിപ്പന്മാരുടെ പഴയ വസ്ത്രങ്ങളും മറ്റു വിദേശ വസ്ത്രങ്ങളും വിൽക്കുവാൻ വെച്ച കടകളും അവൾ കണ്ടു. താനും അച്ഛനമ്മമാരും താമസിച്ചിരുന്ന കെട്ടിടം ഒരു ശിശുവിദ്യാലയമായി മാറിയിരുന്നു. അവിടെ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് ക്ഷേത്രത്തിന്റെ കുളവും അതിന്റെ പാർശ്വത്തിൽ പൂപ്പൽ പിടിച്ചും വികൃതമായും സ്ഥിതി ചെയ്തിരുന്ന മഠവും അവൾ കണ്ടു. അതിലേക്ക് സുഭദ്ര ചെന്ന് കയറി. ഉമ്മറപ്പടികൾ അവിടെവിടെയായി തകർന്നിരുന്നു. അടച്ച വാതിലിൽ പലതവണ മുട്ടിയിട്ടും ആരും അത് തുറന്നു കൊടുക്കുവാൻ മിനക്കെട്ടില്ല. ശാസ്ത്രികളും കുടുംബവും ഈ സ്ഥലം ഉപേക്ഷിച്ചിരിക്കാം, അവൾ വിചാരിച്ചു. ഇവിടെ ആൾതാമസമുള്ളതുപോലെ ആർക്കും തോന്നുകയില്ല. വളപ്പിൽ പുല്ലും മുൾച്ചെടികളും വളർന്നു നിന്നിരുന്നു. അവൾ മടങ്ങുവാൻ വേണ്ടി പടികൾ ഇറങ്ങിയപ്പോൾ ഗേറ്റ് തുറന്ന് ഒരു വൃത്തരൂപം അവളുടെ അടുത്തേക്ക് വന്നു. അത് ജ്ഞാനാമ്പാളായിരുന്നു. ഏകദേശം 50 വയസ്സായി കാണും ആ സ്ത്രീക്ക്. പക്ഷെ കാഴ്ചയിൽ 70 എന്ന് തോന്നിക്കുന്ന വൈകല്യങ്ങൾ സുഭദ്ര ജ്ഞാനത്തിന്റെ ആകൃതിയിൽ കണ്ടു. അവൾ അമ്പരന്നു. എന്തു പറ്റി ജ്ഞാനത്തിന്? മുടി കൊഴിഞ്ഞു കഷണ്ടി കയറിയ തലയും ഞരമ്പുകൾ മുഴച്ചു നിൽക്കുന്ന കരങ്ങളും പൊട്ടിയ കവിളുകളും പക്കുകൾ പൊട്ടിയ പല്ലുകളും എല്ലാം ആ സ്ത്രീയെ ഒരു ബീഭത്സ രൂപമാക്കി മാറ്റിയിരുന്നു. നരച്ച ചേല ധരിച്ച ഒരു അസ്ഥികൂടം. ആര്? ഞാനും ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ സുഭദ്രയാണ്. നിന്റെയൊപ്പം ശാസ്ത്രികളിൽ നിന്ന് പാട്ട് പഠിക്കാൻ വന്നിരുന്നവൾ, സുഭദ്ര പറഞ്ഞു. സുഭദ്രയോ? ഞാനും ചോദിച്ചു. അതെ. ശാസ്ത്രികൾ എവിടെ? മധുരയിൽ വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും കാണാമെന്ന് കരുതി. 33 വർഷങ്ങൾ കഴിഞ്ഞ് മധുര കാണുകയാണ്. മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയോ? ഞാനും ചോദിച്ചു. ഇല്ല, വരുന്ന വഴിയാണ്. നിന്നെയും ശാസ്ത്രികളെയും കണ്ട് പിന്നീട് ഹോട്ടലിൽ പോയി കുളിച്ച് ദർശനം നടത്താമെന്ന് ഞാൻ തീരുമാനിച്ചു, സുഭദ്ര പറഞ്ഞു. നിന്റെ വരവ് വൈകിപ്പോയി. ശാസ്ത്രികൾ മരിച്ചുപോയി. ടൈഫോയിഡ് ആയിരുന്നു. മരിച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു, ഞാനും പറഞ്ഞു. ഞാൻ വർത്തമാനക്കടലാസിൽ കണ്ടില്ലല്ലോ, സുഭദ്ര അത്ഭുതം പ്രകടിപ്പിച്ചു. വർത്തമാനക്കടലാസിൽ അച്ചടിക്കേണ്ട വർത്തമാനമൊന്നുമല്ലല്ലോ ശാസ്ത്രികളുടെ മരണം. അദ്ദേഹം വെറുമൊരു ഭാഗവതർ. പേരോ പണമോ സമ്പാദിക്കുവാൻ ഭാഗ്യമുണ്ടായില്ല. അരിഷ്ടിച്ചു ജീവിച്ചു, അരിഷ്ടിച്ചു മരിച്ചു. കുട്ടികളില്ലാത്തതിനെ പറ്റി ഞാൻ പരാതിപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എല്ലാ ശിഷ്യരും എനിക്ക് കുട്ടികൾ തന്നെ. ഏത് ആപൽഘട്ടത്തിലും അവർ നമ്മെ സഹായിക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? പഴയ ശിഷ്യർക്കൊക്കെയും കത്തുകൾ എഴുതി തപാലിലിട്ടു. ആരും മറുപടി അയച്ചില്ല. ആരും പണം അയക്കാൻ മെനക്കെട്ടില്ല. ചികിത്സയ്ക്ക് കൂടി പണം തികഞ്ഞില്ല, ഞാനും ഇടറിയ സ്വരത്തിൽ പറഞ്ഞു. സുഭദ്ര ജ്ഞാനത്തിനെ ആശ്ലേഷിച്ചു. അവരുടെ ജാക്കറ്റിന്റെ വീർപ്പ് മണം അവൾക്ക് അസഹ്യമായി തോന്നി. ദിവസങ്ങളോളം കുളിക്കാത്തവരുടെ ശരീരഗന്ധമായിരുന്നു ജ്ഞാനത്തിന്റെ ഗന്ധം. സുഭദ്രയുടെ ഉള്ളിൽ കൊടുങ്കാറ്റുകൾ ഉയരുകയായിരുന്നു. കഴിയുന്നതും വേഗം ഹോട്ടൽ മുറിയിലെത്തി ഉറക്കെ കരഞ്ഞ് ആ കരച്ചിലിൽ ആശ്വാസം തേടണമെന്ന് അവൾക്ക് തോന്നി. ഞാൻ എന്ത് സഹായമാണ് ചെയ്തു തരേണ്ടത്? അവൾ ജ്ഞാനത്തോട് ചോദിച്ചു. ഇനി എന്ത് സഹായമാണ് എനിക്ക് ആവശ്യം? ഒന്നും വേണ്ട. ഞാൻ അദ്ദേഹവുമായി ആദ്യം കലഹിച്ചത് സുഭദ്ര കാരണമായിരുന്നു. സുഭദ്രയ്ക്ക് മാത്രമേ വ്യായാമി പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. അത് സ്വാഭാവികമായും എന്നെ ശുഭിതയാക്കി. എന്നെയും ആ മഹേശസ്തുതി പഠിപ്പിക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചു. നിനക്കത് പഠിക്കുവാനുള്ള പക്വതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ സുഭദ്ര, നീ എന്റെ വിവാഹത്തിന്റെ ആദ്യഘട്ടത്തിൽ വെറും ഒരു ശത്രുവായി മാറി. സുഭദ്ര ജ്ഞാനത്തിന്റെ കൈകൾ തന്റെ ശരീരത്തിൽ നിന്ന് ധൃതിയിൽ മാറ്റി ഗേറ്റിന് നേർക്ക് നടന്നു. നീ തെറ്റിദ്ധരിച്ചു. ഒരിക്കലും ശാസ്ത്രികൾ എന്നോട് പക്ഷഭേദം കാണിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ഗേറ്റ് അടച്ചു പോകുമ്പോൾ സുഭദ്ര തിരിഞ്ഞു നോക്കി. യാതൊരു ഭാവഭേദവും കൂടാതെ ഉമ്മറപ്പടിമേൽ ഞാനും ഒരു പ്രതിമ കണക്കെ നിലകൊണ്ടു. ആ സ്ത്രീയുടെ വിദ്വേഷത്തിന്റെ അലകൾ കാറ്റിലൂടെ സഞ്ചരിച്ച് തന്നെ സ്പർശിക്കുമെന്ന് സുഭദ്ര ഭയന്നു.
ആ ഭയം നിമിത്തം അവൾ കാറിൽ കയറിയിരുന്ന് തിരിഞ്ഞു നോക്കാതെയും യാത്ര ചോദിക്കാതെയും ഹോട്ടലിലേക്ക് തിരിച്ചു. കുളി കഴിഞ്ഞ് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സുഭദ്ര മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോയി. പിറ്റേ ദിവസം തന്നെ മധുര വിട്ട് മറ്റെവിടെയെങ്കിലും പോവണമെന്ന് അവൾക്ക് തോന്നി. തനിക്ക് സ്വപ്നം കാണുവാനുള്ള കഴിവും ഇന്നോടെ നഷ്ടപ്പെട്ടുവല്ലോ. ഒരിക്കലെങ്കിലും അദ്ദേഹം നീലാംബരി ആലപിക്കുന്നത് കേൾക്കുവാൻ താൻ എത്ര കാലമായി ആഗ്രഹിക്കുന്നു. സൂര്യൻ ഒരു പട്ടട പോലെ പടിഞ്ഞാറ് കെട്ടടങ്ങുമ്പോൾ കർണാമൃതമായി ഉയരുന്ന നീലാംബരി. സുഭദ്ര കണ്ണുകൾ തുടച്ചു. ഇനി എന്തിനു വേണ്ടി താൻ ജീവിക്കണം? ഇതുവരെ പ്രതീക്ഷയിൽ ജീവിച്ചു. ഇനി അങ്ങോട്ടോ? പച്ച പട്ടുപുടവയും ധരിച്ച് വൈരാഭരണങ്ങളുടെ തിളക്കവും പേറി ദേവീ സന്നിധിയിൽ ചെന്ന് നിന്നപ്പോൾ സുഭദ്ര നിയന്ത്രണം വിട്ട് തേങ്ങിക്കരഞ്ഞു. ഞാൻ വിധവയാണമ്മേ, അവൾ ദേവിയോട് മന്ത്രിച്ചു. ഒരു വധുവിനെ പോലെ ചമഞ്ഞു നിൽക്കുന്നുവെങ്കിലും ഞാനൊരു വിധവയാണ്. മാപ്പ് തരിക. പെട്ടെന്നാണ് അവൾ ആ സുപരിചിത സ്വരം കേട്ടത്. സുഭദ്ര, നീ എപ്പോൾ വന്നു? തിരിഞ്ഞു നോക്കിയപ്പോൾ അംഗവസ്ത്രം ധരിച്ച് അർത്ഥനഗ്നനായ രാമാനുജൻ ശാസ്ത്രികൾ തന്റെ സമീപം നിൽക്കുന്നു. നരകയറിയ ചുരുണ്ട മുടി, കഴുത്തിൽ ഒറ്റ രുദ്രാക്ഷം, നെറ്റിയിൽ സിന്ദൂരപ്പൊട്ട്, വിടർന്ന മാർവിടം. മാർവിടത്തിലെ ചുരുണ്ട രോമാവലിയും നരച്ചു കഴിഞ്ഞിരുന്നു. സുഭദ്ര അമ്പരന്നു. ശാസ്ത്രികളുടെ പ്രേതമാണോ തന്റെ പ്രേമവായ്പിൽ ആകൃഷ്ടനായി ഇഹലോകത്തേക്ക് മടങ്ങിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെ വ്യാമോഹിപ്പിക്കുവാൻ എത്തിയിരിക്കുന്നോ? സുഭദ്ര യാതൊന്നും ഒരിയാടാതെ ആ മോഹന രൂപത്തെ ഉറ്റുനോക്കി. അതിന്റെ രേഖകൾ നേർത്തു മാഞ്ഞു പോകുമെന്ന് അവൾ ഭയന്നു. ശാസ്ത്രികൾ നടയിൽ നിന്ന് നീങ്ങി ഒരു തൂണിന്റെ അരികിൽ സ്ഥാനം ഉറപ്പിച്ചു. സുഭദ്രയോട് അടുത്ത് ചെല്ലുവാൻ അദ്ദേഹം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അവൾ അനുസരിച്ചു. സുഭദ്ര എന്നു വന്നു? അദ്ദേഹം ചോദിച്ചു. അവൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് ആ നിമിഷത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം അവളുടെ ചുമലിൽ കൈവച്ച് മറ്റേ കൈകൊണ്ട് അവളുടെ നനഞ്ഞ മുഖം പിടിച്ചുയർത്തി. സുഭദ്ര, എന്താണ് കരയുന്നത്? സുഭദ്രേ, നിനക്ക് എന്തു പറ്റി? ശാസ്ത്രികൾ ചോദിച്ചു. അങ്ങ് മരിച്ചുവെന്ന് ഞാനും പറഞ്ഞു. ഞാൻ അത് വിശ്വസിച്ചു, അവൾ പറഞ്ഞു. ജ്ഞാനത്തിന് ഭ്രാന്താണ്. എത്ര ചികിത്സിച്ചിട്ടും യാതൊരു ഭേദവുമില്ല. ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഷോക്ക് ചികിത്സ കൂടി നടത്തി കഴിഞ്ഞു, ശാസ്ത്രികൾ പറഞ്ഞു. ഐ ആം സോറി, സുഭദ്ര പറഞ്ഞു. യാതൊരു സുഖവും അനുഭവിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല. ഇന്നും കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നു. ഇന്നും അരപ്പട്ടിണിയിൽ കഴിയുന്നു. സുഭദ്രയോ സുഖമാണോ? ഭർത്താവും കുട്ടികളും സുഖമായി ഇരിക്കുന്നോ? ശാസ്ത്രികൾ ചോദിച്ചു. ഭർത്താവ് മരിച്ചു. ഞാൻ പ്രസവിച്ചില്ല. രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ട് ഏകാകിനിയായി ജീവിതം നയിക്കുന്നു, അവൾ പറഞ്ഞു. ക്ഷേത്രത്തിൽ അങ്ങുമിങ്ങും പ്രത്യക്ഷപ്പെട്ട ജനങ്ങൾ തന്നെയും ശാസ്ത്രികളെയും സംശയദൃഷ്ടികളോടെ നോക്കിക്കാണുന്നുവെന്ന് സുഭദ്രയ്ക്ക് തോന്നി. മറ്റു വല്ല സ്ഥലത്തും പോയി അദ്ദേഹത്തിന്റെ ഒപ്പം ഇരിക്കുവാൻ അവൾ ആശിച്ചു. 33 വർഷങ്ങൾ താൻ മനസ്സിൽ ഒളിച്ചു വെച്ച വികാരങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുവാൻ അവൾ ആശിച്ചു. ഒരിക്കലെങ്കിലും തന്റെ സ്നേഹത്തെ നിർഭയം പ്രദർശിപ്പിക്കുവാൻ, ആ മാർവിടത്തിൽ മുഖം ചായച്ച് കിടക്കുവാൻ. ഇല്ല സുഭദ്ര, ഞാൻ നിന്റെ ഹോട്ടലിലേക്ക് വരില്ല. നിന്റെ പേരിനെ കളങ്കപ്പെടുത്തുവാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല, ശാസ്ത്രികൾ പറഞ്ഞു. നിരത്തിന്റെ പക്കത്ത് പാർക്ക് ചെയ്ത കാറിൽ വെച്ച് തന്റെ അവസാനത്തെ കരിനീക്കമായ കരച്ചിൽ ആരംഭിച്ചപ്പോഴും ശാസ്ത്രികൾ സൗമ്യത കൈവിട്ടില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. അവ നിർവഹിക്കലാണ് ജീവിത ലക്ഷ്യം. നീ നിന്റെ ഭർത്താവിന്റെ സൽപ്പേര് കളഞ്ഞു കുളിക്കരുത്. ഞാൻ ഉന്മാദിനിയായി ഭാര്യയെ ശുശ്രൂഷിച്ച് ഇവിടെ തന്നെ ജീവിക്കണം. മറ്റൊരു മാർഗവും ഈ ജന്മത്തിൽ നമുക്ക് വിധിച്ചിട്ടില്ല, അദ്ദേഹം പറഞ്ഞു. നിരത്തിന്റെ പിന്നിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കെട്ടിടത്തിൽ നിന്ന് പെട്ടെന്ന് നീലാംബരിയുടെ അലകൾ ഉയർന്നു. അതേ നിമിഷത്തിൽ ആകാശത്തിൽ ഒരു വിളർത്ത ചന്ദ്രക്കല പ്രത്യക്ഷപ്പെട്ടതായി സുഭദ്ര കണ്ടു. താങ്ക് യു. താങ്ക് യു മാം. ഇതിൻ്റെയും കൂടെ എങ്ങനെ പറയും? അതാണ് ഒരു വലിയ പ്രശ്നം. ഞാൻ പറയുന്നില്ല. മോഹൻദാസ് സാറിനെ ഏൽപ്പിക്കാം.
വലിയ കഥയായി പോയി, അതുകൊണ്ട് വലിയ ഒരു കഥയായി പോയി. 2 ബുദ്ധിമുട്ടുണ്ടാവും. ദിവസം പറഞ്ഞാൽ മതിയായിരുന്നു. അതെ അതെ, എനിക്കത് മനസ്സിലായില്ല. ചെറിയ കഥ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല. ഇനി 2 കഥകളും അതിമനോഹരമായിരുന്നു. കഥാകൃത്തിനെ നമുക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അത്രമാത്രം കൃത്യതയോടെ വാക്കുകൾ കുറിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സത്യം പറഞ്ഞ് ഇങ്ങനെ കേട്ടിരുന്നു പോയി. തീർന്നു പോയോ എന്ന് പറഞ്ഞ് വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. മോഹൻദാസ് സാർ പറയും. ആദ്യം ഇരട്ട സഹോദരിമാർക്ക് നന്ദി പറയട്ടെ. രണ്ടുപേരും തിരഞ്ഞെടുത്തത് മാതേശ്വരിയുടെ കഥ തന്നെയാണ്. ഈ രണ്ടും വളരെ എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ആഴങ്ങളിൽ ഉള്ള ആ ഉണർവുകളെയും പിന്നെ വികാരങ്ങളൊക്കെ അതേപടി രണ്ടുപേരും ഉൾക്കൊണ്ടിട്ടാണ് വായിച്ചത്. മാധവക്കുട്ടി തന്നെ വന്നിരുന്ന നമ്മോടത് കഥ പറയുന്ന രീതിക്ക് അതേ ഒരു ശൈലിയിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവന്ന പോലെ. ആദ്യത്തെ സീതാമ്മയുടേതാണെന്നുണ്ടെങ്കിൽ ആ വാതിക്കൽ വന്ന് ആ വീടിന്റെ വാതിൽ തുറക്കുന്നതും അകത്ത് കയറി വിളക്ക് തീപ്പെട്ടി എടുത്ത് വിളക്ക് കത്തിക്കുന്നതും ഇരുട്ടിങ്ങനെ വട്ടം കറങ്ങി പോകുന്നതും അങ്ങനെ ഓരോ മുറിയിലോട്ട് ചെല്ലുന്നതും അവിടെയൊക്കെ വിളക്ക് എത്തിക്കുന്നതും അങ്ങനെ ആ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് കോണിപ്പടികൾ കയറി മുകളോട്ട് ചെല്ലുന്നത്, അവിടെ ആ കട്ടിലില് എന്താ പറഞ്ഞാൽ വിരിപ്പ് വിരിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത്, അദ്ദേഹം വരുന്നതായിട്ടുള്ള ആ ഒരു പിന്നെ ഒരു സല്ലാപവും അവിടെയും എല്ലാം ഈ വിരഹത്തിന്റെ ദുഃഖങ്ങളാണത്. വിരഹ ദുഃഖമാണ് ഏറ്റവും കൂടുതലായിട്ട് രണ്ടിലും പ്രവേശിച്ചിട്ടുള്ളത്. അതും ഒരു സ്ത്രീയുടെ ഉള്ളില് അമർന്നു കിടക്കുന്ന അല്ലെങ്കിൽ വളരെ ഉറങ്ങി കിടക്കുന്ന വികാരങ്ങൾ പറഞ്ഞത് അതൊക്കെ ഇങ്ങനെ തലോടിയാണ് മാധവിക്കുട്ടി കൊണ്ടുപോയിട്ടുള്ളത്. അത് നന്നായിട്ട് നിഴലിക്കും ചെയ്തു ഇവിടെ രണ്ടുപേരുടെ കഥയിൽ നിന്ന്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് സുഭദ്രയുടെയും മേനോന്റെയും കഥ. എന്ന് പറഞ്ഞാല് പുറത്ത് കാണുന്ന ആ ആഡംബരവും അല്ലെങ്കിൽ ഇതൊക്കെ പുറം ലോകത്ത് മാത്രമേ ഇതാകാൻ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ രണ്ടുപേരും വ്യത്യസ്തമായ 2 മനുഷ്യരായിട്ട് ജീവിക്കുകയും അവസാനം അവരെന്ന് പറഞ്ഞാല് സുഭദ്ര ഭർത്താവിന് ചെയ്യേണ്ട കടമകൾ നിർവഹിച്ചിട്ട് അവിടെ നിന്ന് വിട്ടുപോകുന്നു. അതിലേക്ക് ഏകാന്തത തേടിയും പറഞ്ഞാല് മൗനവും തേടി കൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് പോകുന്നു. പക്ഷെ അവിടെയും അദ്ദേഹം രാമാനുജ ശാസ്ത്രികൾ അദ്ദേഹത്തിന്റെ ആ കടമയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ഒരു എന്താ പറയുക പെട്ടെന്ന് അവരെ പുള്ളി ആ നിയന്ത്രണം വിട്ട് പോയിരുന്നെങ്കിൽ ആ കഥയുടെ ആ കെട്ടുറപ്പ് അവിടെ അവസാനിച്ചു പോയിരുന്നു. പക്ഷെ അതല്ലാതെ ഒരു എന്താ പറഞ്ഞാൽ ഒരു ജീവിത ശൈലിയും ധർമ്മത്തിന്റെയും ഒരു ശക്തി കൊണ്ട് അവിടെ അവർ രണ്ടുപേരും അടുപ്പിക്കാതെ രണ്ടായിട്ട് തന്നെയാണ് അതേപ്പറ്റി കഥ അവസാനിപ്പിച്ചത്. അതൊരു പ്രകൃതി നിയമമായിട്ട് തന്നെയാണ് അവിടെ കൊണ്ട് വെച്ചത്. ശാസ്ത്രിയുടെ എന്താ പറഞ്ഞാല് നമ്മുടെ മനസ്സിൽ ശാസ്ത്രികളുടെ സ്ഥാനവും വളരെ ഉന്നതിലേക്ക് എത്തിപ്പെട്ടു. സുഭദ്രയുടെ മനസ്സിന്റെ ഒരു ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നെങ്കിലും അവര് നിയന്ത്രണം വിട്ടില്ല. പക്ഷെ അത് ഉൾക്കൊണ്ട് സ്ഥലത്ത് യാത്രയാകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. ശരിക്കും നീലാംബരി നഷ്ടപ്പെട്ട നീലാംബരി തന്നെയാണ്. അത് രാഗമായാലും പൂക്കളായാലും വൈകിട്ട് സമ്മാനിക്കുന്ന നീലാംബരി പൂക്കൾ എന്ന് പറയുന്നുണ്ട് ആ തുടക്കത്തിൽ. അവസാനം നീലാംബരിയുടേത് എന്താ പറഞ്ഞാല് ആ രാഗം പോലെ തന്നെയാണ് തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ അത് തലോടിക്കൊണ്ടിരുന്നു. ശീലയുടെ കഥയും അതേപോലെ രണ്ടുപേരും ഒരേ സ്വരത്തില് ഒരേ വികാരത്തില് ആ കഥകളെ നമ്മുടെ മുമ്പ് അവതരിപ്പിച്ചു. വളരെ വളരെ നന്ദിയുണ്ട്. പിന്നെ ഇനി ഇതുപോലെയുള്ള സന്ദർഭങ്ങളുടെ കഥകളായിട്ട് വരട്ടെ ആസ്വദിക്കും. ഓക്കെ, ശ്രീകുമാരി മാം. താങ്ക് യു സർ, താങ്ക് യു സോ എന്നിട്ടേ മച്ച്. ഇവിടെ ഇടിയും മിന്നലും മഴയും സാറേ, ഞാൻ രണ്ടാമത്തെ കഥയുടെ പകുതിയാണ് കേട്ടത്. ഞാൻ അത് പറയാം. ഈ കഥ പറയുന്ന രീതി വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലൊന്നും അപ്പൊ വീണ്ടും മഴ പെയ്ത് ഞാൻ ഓഫ് ചെയ്തു. ഡോക്ടർ സുഭദ്രയുടെ കഥ ആണെന്ന് മനസ്സിലായി. ഒരു വർഷത്തിലൊരിക്കൽ ഗുരുവായൂർ സന്ദർശിക്കാൻ പോകുന്നു, ഗുരുവായൂർ ഭഗവാനെ കാണാൻ പോകുന്നു ഭർത്താവിനൊപ്പം. പിന്നെ എന്താണ്, തമിഴ്നാടാണ് അവരുടെ സ്വദേശം. മധുര മീനാക്ഷിയെ കാണാൻ പോകാനുള്ള അവരുടെ ആഗ്രഹം. പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവർ മീനാക്ഷിയെ കാണാൻ പോകുന്നു. അവിടെ വെച്ച് ശാസ്ത്രികളെ കാണുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം.
അവിടെ ആ പഴയ വീട്ടിൽ പോവുകയും അവിടെ ആരും കാണാതെ മടങ്ങിയെത്തുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്ന ആ സ്ത്രീയെ കണ്ട് വിശേഷങ്ങളൊക്കെ അറിയുന്നത്. അവരിൽ നിന്നും ശാസ്ത്രികൾ മരിച്ചു എന്ന വാർത്തയാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തയൊക്കെ. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ശാസ്ത്രികൾ അവരെ കാണാനുണ്ട് ഇടയാകുന്നു. അത് സത്യമാണോ സ്വപ്നമാണോ എന്ന് ഡോക്ടർക്ക് സംശയമുണ്ടായി. പക്ഷെ സത്യം തന്നെയാണ്. അവർ ശാസ്ത്രികളെ കണ്ട സന്തോഷത്തിൽ അവർ മതിമറന്ന് അങ്ങനെ നിൽക്കുന്നു. പിന്നെ ശാസ്ത്രികൾ അവരുടെ ക്ഷണം സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. വിചാരിച്ച കാര്യം എന്തായാലും ആഗ്രഹ സബലീകരണവുമായി അവർ മടങ്ങി വരുന്നു. കാണാൻ സാധിച്ചു, അത്രയേ ഉള്ളൂ. താങ്ക് യു സർ. എനിക്ക് മുഴുവൻ കേൾക്കണമെന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓൺ ചെയ്ത് ശബ്ദമൊന്നും കേൾക്കില്ല. ഇപ്പോഴും മഴ റെക്കോർഡിംഗ് കേട്ടോളൂ. ഓക്കെ, ശരി സാർ. ശരി. ജോസി സാർ പറയൂ. സാർ അഡ്മിറ്റ് ചെയ്യും. ഗുഡ് ഈവനിങ്. ഞാൻ ഇതിന്റെ ഇടയിൽ വർക്കിനിടെ ജസ്റ്റ് ഇപ്പൊ ഒരു എൻകറേജ്മെന്റ് വേണ്ടി കയറിയെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഇടിയും മഴയായിരുന്നു. ഓക്കെ, അപ്പൊ കഥ കേട്ടില്ല. കഥ രണ്ടുപേരുടെയും കഥ പറച്ചിൽ നന്നായിരുന്നു. വളരെ ഉൾക്കൊണ്ട് വായിച്ചിട്ടുണ്ട്. അതായത് താങ്ക് യു സർ. ഒരു കാര്യം കൂടി സാറാണ് ഈ കഥ ഞങ്ങൾ സെലക്ട് ചെയ്തെങ്കിലും PDF ആയിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് ഞങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് അയച്ചു തന്നതും ഒക്കെ സാറാണ് ഞങ്ങളെ സഹായിച്ചത്. ജോസ് സാറിന് ഒരുപാട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. രണ്ടുപേരും നല്ലതായിട്ട് ഉൾക്കൊണ്ട് വായിച്ചിട്ടുണ്ട്. വലിയ കഥയാണെന്ന് തോന്നി. വലിയ ഞാൻ പറഞ്ഞായിരുന്നു, വലിയ കഥ ഇച്ചിരി. വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് കയ്യിൽ കഥ കിട്ടിയത്. അതെന്റെ കുഴപ്പമല്ല. ഞാൻ എപ്പോഴാ അയച്ചെന്നറിയാമോ? ഇതൊന്നും കുഴപ്പമില്ല. കഥയൊക്കെ വളരെ മനോഹരമായി പറഞ്ഞത് നന്നായി. അപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. അതൊന്നും നെഗറ്റീവ് ഒന്നുമില്ല. എല്ലാം പോസിറ്റീവ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരം. ഞാൻ എന്നോട് പറഞ്ഞ 5 മിനിറ്റിനുള്ളിൽ അയച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? ഇനി ആരാ ഉള്ളെ വേറെ പറയാൻ? റോയ് സാർ, ജോഷി സാർ, രാജു സാർ. കഥയായതുകൊണ്ടേ അതേ കുറിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് നല്ല കഥകളാണ് വായിച്ചത്, അതിലും നല്ലത്. ഞാന് ഏതായാലും കഥയ്ക്ക് ഒരു സ്നേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ഈ 2 കഥയിലും അത് തന്നെയായിരുന്നു. ജോഷി സാറെ ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. ഇപ്പൊ പറഞ്ഞോളേ. ഹലോ, കേൾക്കാം. ഇപ്പൊ കേൾക്കാം. കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? നന്നായിട്ട്. ഓക്കെ. അപ്പൊ ഈ മാധവിക്കുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ ജോസിയർ ഒന്നും കേൾക്കുന്നില്ല. സാറിന് അവിടെ മഴയാണെന്ന് തോന്നുന്നു. അപ്പൊ അതനുസരിച്ച് റേഞ്ചിന് പ്രശ്നമുണ്ട്. ജോസി സാറെ ഒന്നും വ്യക്തമല്ല. മഴയായതുകൊണ്ടായിരിക്കും റേഞ്ചിന് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആണ് കേട്ടോ. അല്ല, എന്താ സംഭവം? ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ നല്ല ക്ലിയർ ആണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ട് വേറെ ആരെങ്കിലും. ഇപ്പൊ ക്ലിയർ ആണല്ലോ സാറേ. ഇപ്പൊ നല്ല സൗണ്ടാ. ഓക്കെ സാർ എന്ന പേര് രാജു സാർ, കേൾക്കാമോ? കേൾക്കാം സാർ. 2 കഥയും കേട്ടു. നേരത്തെ ഇപ്പം കൂടുതൽ സമയമായിപ്പോയി. നീണ്ട കഥകളായി. സാധാരണ മധുരക്കുട്ടി ഇത്ര നീണ്ട കഥകളെ
ചെറുകഥകൾ എഴുതാറില്ല. ചെറിയ ചെറിയ കഥകളായിട്ട് ഇങ്ങനെ ഈ രണ്ട് കഥകൾ ഇത്രയും നീളമുള്ളതായി തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് അറിയുന്നില്ല. പക്ഷെ ഇത് നേരത്തെ സംസാരം സൂചിപ്പിച്ചതുപോലെ 2 ദിവസം വായിക്കേണ്ടതായ കഥയായിരുന്നു. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ആസ്വദിക്കാമായിരുന്നു. കഥയുടെ മുദ്രകൾ, അതിന്റെ ലക്ഷണങ്ങളും ഇതിന്റെ പ്രത്യേകതകളും എല്ലാം ഈ 2 കഥകളിലുമുണ്ട്. നിർമ്മാതളം പുറത്തപ്പോൾ എന്നുള്ളത് അവരുടെ എന്താ പറയുന്നത് കഥ തന്നെയാണ്. അതായത് ഒരു മാതിരി. അപ്പൊ അതിന്റെ അതേ പേരുള്ളതായ ചെറുകഥ. രണ്ടാമത്തെ കഥയുടെ പേര് ഞാൻ പറഞ്ഞുപോയി. അതിനകത്തൊരു കഥാപാത്രം ഡോക്ടർ സുധർമ്മയില്ലേ? അപ്പൊ ആക്ച്വലി അവരുടെ അനുജത്തിയുടെ പേര് ഡോക്ടർ സുലോചന എന്നാണ്. അവരുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ, അവരുടെ ജീവിതമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എനിക്കറിയില്ല. അതിൽ 2 കഥയ്ക്കും അന്വേഷണങ്ങളായിട്ടുള്ള പല ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കഥകൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിന്റെ ശൈലിയൊക്കെ വളരെ കുട്ടിയുടേതായ ശൈലി, വളരെയധികം യുണീക്കായിട്ടുള്ള ശൈലി തന്നെയായിരുന്നു. സ്നേഹം ലഭിക്കാത്ത സ്നേഹവും കിട്ടാത്ത സ്നേഹവും, അതുപോലെ തന്നെ കൊടുക്കാൻ കഴിയാത്ത സ്നേഹം, അങ്ങനെയുള്ള സ്നേഹമാണ് ഏറ്റവും അധികം നേരിട്ടത്. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം സ്നേഹമാണെന്നുള്ള വലിയ സത്യമാണെങ്കിൽ ഈ 2 കഥകളും വിളിച്ചു തോന്നുന്നത്. സാധാരണ അവരുടെ കൃതികളിൽ അതാണല്ലോ കാണുന്നത്. തീർച്ചയായിട്ടും ഈ 2 കഥകളും നന്നായി വായിച്ചു. 2 പേരും, ഷീല മാഡം അതുപോലെ തന്നെ ഉഷ മാഡം നന്നായിട്ട് 2 കഥകളും നന്നായി ഇവിടെ പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ വികാരങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെ വൈകാരികമായി എല്ലാ മുഹൂർത്തങ്ങളും ചേർന്ന് നിർത്തിക്കൊണ്ട് കഥകൾ വായിച്ച 2 പേരെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു. ബാക്ക് ടു സർവീസ്. ഒരു കഥ Thank you, പറയുന്ന sir. പോലെ Thank you. തന്നെയാണ് രാജ് സാർ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതെ. എന്റെ ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്, പറഞ്ഞോളൂ. വളരെ ക്ലിയർ ആണോ അതോ പിന്നെയും പഴയതുപോലെ? വളരെ വളരെ ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ 2 കഥാകഥനം നടത്തിയ ആളുകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. Thank you, sir. മാധവിക്കുട്ടിയുടെ എന്തോ? Thank you, sir. ഓക്കെ. മാധവിക്കുട്ടിയുടെ ഉള്ളിലെ സ്നേഹത്തിന്റെ കുറെ അധികം ഭാവങ്ങൾ 2 ആളിലും ഉണ്ട് എന്ന് അനുമാനിക്കാൻ പോലും വിധം ഉൾക്കൊണ്ട് തന്നെയാണ് അത് വായിക്കപ്പെട്ടത്. അതുകൊണ്ടും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. മാധവിക്കുട്ടിയെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് നിറയെ സ്നേഹമാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ ലോകം എത്ര സുന്ദരമായേനെ എന്നൊക്കെ നമുക്ക് തോന്നുന്നു. ഇപ്പൊ കാണുന്ന ഒരുപാട് ചതിയുടെയും ചതിച്ചു കൊല്ലുന്നതിൻ്റെയും ഒക്കെ വാർത്തകൾ വല്ലാതെ വരുമ്പോൾ മാധവിക്കുട്ടിയിൽ വിളങ്ങിയ ആ സ്നേഹം, ആ നിർമ്മല സ്നേഹം, പക്ഷെ ഈ നിർമ്മല സ്നേഹം പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ പറ്റിക്കപ്പെടാൻ, ചതിക്കപ്പെടാൻ ഒക്കെ സാധ്യതയുള്ളതാണ്. 2ാമത്തെ കഥയിൽ നമ്മൾ കാണുമ്പോ അവിടെ ഈ സ്ത്രീയുടെ ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ആ അഭിനിവേശത്തിലാണ് അവളുടെ സ്വഭാവം തന്നെ എല്ലാം മാറ്റി. നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്ന ആളത് വേണ്ടെന്ന് വെക്കുന്നു. അയാളുടെ താല്പര്യങ്ങളെയോ ഇഷ്ടങ്ങളെയോ ഒക്കെ വല്ലാതെ അങ്ങ് സ്വീകരിക്കണം. പക്ഷേ ഇവിടെ 2 ജനറേഷൻ തമ്മിൽ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ താഴ്ന്ന ജനറേഷൻ ചില സ്നേഹ പ്രകടനങ്ങളോ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാണെങ്കിൽ കൂടെയും മാതാപിതാക്കൾക്കോ മുതിർന്ന തലമുറയ്ക്കോ അത് ചിലപ്പോൾ സഹിച്ചെന്ന് വരിക. അതിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ട്. അതിനെ
കാരണം മുതിർന്നവർ അല്ലെങ്കിൽ പ്രായം ചെന്നവരൊക്കെ പല ലോകത്തിന്റെ പല മുഖങ്ങളൊക്കെ കണ്ടവരാണ്. അവിടെ ചില കാർക്കശ്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയാണ് പാട്ട് പഠിപ്പിക്കലിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്ന ഭാഗം. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വായിച്ചെടുക്കാൻ സാധിക്കും. എന്തായാലും ഒരുപാട് സ്നേഹം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന നല്ല മനുഷ്യർ ധാരാളമുണ്ട്. വേണമെങ്കിൽ അവരെ തന്നെ മാറ്റിപ്പറിക്കും. അവര് വെറുതെ എഴുതി പിടിപ്പിച്ചതല്ല. അവസാനം ഒരുപക്ഷെ സ്നേഹത്തിന് വേണ്ടിയുള്ള വല്ലാത്ത ഒരു ദാഹം കൊണ്ടാണ് മതം പോലും മാറിയതെന്ന് പലയിടത്തും ഒക്കെ വായിച്ച് കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കും ഈ കണ്ണില്ല എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ സ്നേഹം. അതിനൊരു വിശുദ്ധ ഭാവമുണ്ട്. വിശുദ്ധ ഭാവത്തിലല്ല അടുത്തു കൂടുന്നവർ വരുന്നതെങ്കിൽ വലിയ അപകടത്തിലേക്കും നയിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും സ്നേഹം നല്ലത് തന്നെയാണ്. എല്ലാവരിലും ഇതായിരുന്നുവെങ്കിൽ വളരെ ആനന്ദതുന്തിലമായി ഈ ലോകം മുന്നോട്ട് പോയനെ. തീർച്ചയായിട്ടും സ്നേഹിക്കാൻ പറ്റുന്നിടത്തോളം നമുക്ക് സ്നേഹിക്കാം. ഈ രണ്ട് കഥകൾ സാമാന്യം നല്ല നീളമുണ്ട്. അതൊരു പോരായ്മയൊന്നുമല്ല. പക്ഷെ ഇത് ഓരോ കഥകളായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഓരോന്നിനെയും എടുത്ത് നന്നായി ഒരുപക്ഷെ സംസാരിക്കാൻ സാധിച്ചേനെ എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും കുഴപ്പമില്ല. രണ്ടുപേരോടും പ്രത്യേകം കടപ്പാട്. നിങ്ങളുടെ ഉള്ളിലും സ്നേഹം തുടർന്നും നിറഞ്ഞ് നിൽക്കട്ടെ. എല്ലാവർക്കും എല്ലാവരെയും സ്നേഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്മകൾ നേരുന്നു. താങ്ക് യു സർ. ജോർജ് സർ. താങ്ക് യു സർ. ഹായ്. രണ്ട് കഥാപാത്രങ്ങൾ അല്ല, ഒട്ടേറെ കഥാപാത്രങ്ങളുമായിട്ട് വന്ന രണ്ട് കഥാ അവതാരകർ ഇരുവരെയും അതിഗംഭീരമായ അവതരണത്തിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. മാധവിക്കുട്ടി വികാരങ്ങളെ ഒട്ടും ചോർത്താതെ തന്നെ എഴുതുന്ന കൂട്ടത്തിലാണ്. ആ മാധവിക്കുട്ടി വിചാരിച്ചതിനേക്കാൾ ഒട്ടും കുറയാത്ത അളവിൽ തന്നെ അവതാരകർക്ക് അത് അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇവിടെ സത്യമാണ്, സ്ത്രീ അടക്കി ഒതുക്കി ഇങ്ങനെ ജീവിക്കുന്ന യാഥാർത്ഥ്യം അത് പുറം ലോകത്തെ മാധവിക്കുട്ടി തുറന്നു കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് യാഥാർത്ഥ്യമാണ്, എന്നും നിലനിൽക്കുന്ന കാര്യവുമാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു. അത് തന്നെ കേൾക്കാൻ ഇട വന്നു. മാധവിക്കുട്ടിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും കുറേയും കൂടെ പറയാൻ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് എല്ലാ മലയാളിക്കുള്ള ഒരു പ്രത്യേകതയാണ്. മലയാള സാഹിത്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലുമൊക്കെ കേൾക്കാനോ അറിയാനോ അവസരം കിട്ടിയാൽ മാധവിക്കുട്ടിയെ മാറ്റി വെച്ചിട്ട് പിന്നെ ചർച്ച ഉണ്ടാകുമെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് നന്നായി നല്ലൊരു ദിവസം മാധവിക്കുട്ടിയുടെ കഥയായതുകൊണ്ട് കമലാ സുരയ്യ, പിന്നെ കമലാദാസ്, അങ്ങനെ പല പേരുകളുണ്ടല്ലോ. ആമി എന്നൊരു പേരുണ്ട്. ആമിന അല്ലേ? ആമിയാന. അത് വളരെ കുറച്ചേ കേൾക്കാനിട വന്നുള്ളൂ. ഒടുക്കമായപ്പോഴാണല്ലോ ആ പേരുകളൊക്കെ വന്നത്. എന്തായാലും അത് 2 ദിവസം ചർച്ച ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടെ താല്പര്യം ജനിക്കുന്ന ഇതിൽ എല്ലാവർക്കും പറയാൻ അവസരം കൂടുതൽ പറയാൻ കിട്ടിയേനെ. നേരം വൈകിയത് ഞാനിത് ദീർഘിപ്പിക്കുന്നില്ല. പ്രത്യേകം നന്ദിയും അഭിനന്ദനവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. റോയ് സർ. ശുദ്ധോദനൻ ഡോക്ടർ, രമാവതി മാം. യെസ് ഡോക്ടർ, പറയും. സർ, അത് ഞാൻ എന്താ പറയുക, കാരണം ഈ രത്നങ്ങൾ പോലെ തിളങ്ങുന്ന 2 കഥകൾ എടുത്തിട്ട് ഈ 2 മാധവിക്കുട്ടിമാരും കൂടെ നമ്മളെ വല്ലാതെ, ഞാൻ മനസ്സ് സങ്കടം കൊണ്ടും വല്ലാതെ ഞാനങ്ങോട്ട് ഒരുപാട് പ്രാവശ്യം വായിച്ചതാണ് ഈ 2 കഥകളും. പിന്നെ സിനിമയായിട്ട് വന്നല്ലോ, നഷ്ടപ്പെട്ട നീലാംബരിയും സിനിമയായിട്ട് വന്നു. അതിൽ നമ്മുടെ ഉഷയുടെ ആരാധ്യം പറയും എന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ അന്ന് ഈ ഞരമ്പിക്കൂടെ ഇങ്ങനെ പ്രവഹിച്ച പാട്ടുകളാണ്. അതേപോലെ ഈ നഷ്ടപ്പെട്ട നീലാംബരി പോലെ തന്നെ നമ്മുടെ നീർമാതളം. അപ്പം അതിൽ ഈ മാധവിക്കുട്ടിയുടെ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനോഹാരിതയാണ്.
ചിത്രങ്ങൾ പോലെ, ദൃശ്യങ്ങൾ പോലെ, ചലച്ചിത്ര ഫ്രെയിമുകൾ പോലെ അതിങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്തി നമ്മളൊരു സെഡേഷനിലേക്ക് പോകുന്ന പോലെയോ ഹാലൂസിനേഷനിലേക്ക് പോകുന്നത് പോലെയൊക്കെ അങ്ങോട്ട്. പക്ഷെ ഇതൊക്കെ വിഷാദം നമുക്ക് ഒരുപാട് പകരുന്ന രീതിയിലുള്ള കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൽ സ്നേഹം കൊതിക്കുക മാത്രമല്ല, ഒരു പ്രത്യേകമായ സ്നേഹമാണ് മാധവിക്കുട്ടിക്ക് ആവശ്യം എന്ന്. പക്ഷെ മാധവിക്കുട്ടി അല്ല കേട്ടോ, ഈ കഥാപാത്രങ്ങൾക്കൊക്കെ ആവശ്യമായത് നമ്മളത് മാധവിക്കുട്ടിയിൽ ആരോപിക്കുകയാണ്. മാധവിക്കുട്ടി അങ്ങനെയൊക്കെയാണെന്നും കൊതിക്കുകയാണെന്നും ഒക്കെ. പക്ഷെ ഈ രണ്ട് മാധവിക്കുട്ടിമാരും ഇങ്ങനെ ചിരിച്ച് കഥ വായിച്ചു പോയപ്പോഴത്തേക്ക് നമ്മൾ വല്ലാതെ എന്നെ ഇത് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. അത് തുറന്നു പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ എന്താ പറയുക, ഈ നിർമാതള പൂവിനുള്ളിൽ നീഹാരമായി വിടർന്ന കഥ എന്നൊക്കെ പറയുന്നതുപോലെ അതിമനോഹരമായ രണ്ട് കഥകൾ ഇങ്ങനെ വായിച്ച് നമ്മുടെ ജീവിതമൊക്കെ തിരക്ക് പിടിച്ച് പാഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ കഥയിൽ കഥയില്ല. ആദ്യത്തെ കഥയിൽ ഒരു കഥയില്ല, കുറേ ദൃശ്യങ്ങളും ഒക്കെ. ഈ പഴയ തറവാട്ടിലേക്ക് കടന്നു വരുന്ന 30 വയസ്സുള്ള കണ്ണാടിയിൽ നോക്കിയപ്പോൾ ചെറിയ ചുളിവൊക്കെ, ഇപ്പോഴത്തെ ബ്യൂട്ടി പാർലറുകളൊക്കെ പോകുന്നവർക്ക് 30 വയസ്സിലൊന്നും ചുളിവ് വരില്ല. അപ്പോൾ ഈ 30 വയസ്സിൽ നേരത്തെ ചുളിവ് ഒക്കെ വന്നു. അത് കഴിഞ്ഞ് പുരുഷൻ സ്വന്തം അയാൾ വന്ന് അടുത്ത് കിടക്കുന്നതും ഈ എന്തിനെയോ തിരയുന്നത് പോലെ ആ വീട്ടിനുള്ളിൽ മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. മുത്തശ്ശിയും ഓർമ്മകളും അതേപോലെ അവിടെ ഓരോ കോണും അടഞ്ഞു കിടന്ന വീടിൻ്റെ ഓരോ കോണുകളും ഇതിലൂടെ ഞാൻ സഞ്ചരിച്ച പോലെയാണ് ഈ കഥ വായിച്ച ആള് അതിങ്ങനെ അനുഭവിപ്പിച്ചു തന്നത്. വെറുതെ വായനയായിരുന്നില്ല, അത് ഫീൽ ചെയ്ത് ഉള്ള ഒരു അനുഭവിപ്പിക്കലായിരുന്നു. അതേപോലെ ഈ നഷ്ടപ്പെട്ട നീലാംബരി സത്യം പറഞ്ഞ ഒരു ഗദ്ഗതം പോലെ നമുക്ക് വലിയ ഒരു ഡോക്ടർ, സർജൻ, വലിയ പ്രശസ്തയായ ഡോക്ടർ, അവരെ ഈ ഉള്ളിൽ കടന്ന് വിങ്ങുന്ന സ്നേഹമൊക്കെ, ഈ കൗമാരത്തിലെ പ്രണയമൊക്കെ അന്നത്തെ ആ വലിയ നിറക്കൂട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലൊക്കെ എത്ര വിങ്ങലുണ്ടാക്കും. വർഷങ്ങൾക്ക് ശേഷം അതേ ആളിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ ഇതിനെയൊക്കെ ആയിരുന്നോ നമ്മളന്ന് ഇത്രയും ഈ രത്നവിഭൂഷിതമായ ഓർമ്മകളായിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരുന്നതെന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ അത് ഈ മാധവിക്കുട്ടിയുടെ കഥയിലെല്ലാം അസംതൃപ്തരായ ഭാര്യമാരാണ്. അപ്പോൾ മാധവിക്കുട്ടിയുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നു അറിയാം. വലിയ പ്രായ വ്യത്യാസമുള്ള 2 പേർ, കൗമാരം കഴിയാത്തൊരു കുട്ടിയെ കല്യാണം കഴിച്ച് കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകുന്നതും അവിടെ റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥൻ്റെ തിരക്ക് പിടിച്ച ജീവിതവും അതിൻ്റെ ഇടയിൽ വരുന്നത്. പക്ഷെ മാധവിക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ മലയാളം പഠിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്ര മനോഹര പദങ്ങൾ ഇങ്ങനെ തേച്ച് മിനുക്കി വളരെ സൂക്ഷ്മതയോടെ ഈ വജ്രാഭരണത്തിൽ എടുത്ത് പതിക്കുന്നത് പോലെ. മറ്റേ ഈ മലയാളം സ്കൂളിൽ പഠിച്ച് മാഷന്മാരും മാഷിമാരും ഒക്കെ പഠിപ്പിച്ചവർ ഈ മലയാളം ഇങ്ങനെ പ്രളയം പോലെ എഴുതി വെക്കുകയും അതൊക്കെ വായിച്ച് നമ്മൾ ഭാഷയെ വെറുക്കുകയും 80-ന് ശേഷമൊക്കെ ആളുകൾ മിക്കവാറും ഈ മലയാള നോവൽ വായനയിൽ നിന്നൊക്കെ ഓടി ഒളിച്ചു. കാരണം ഈ മലയാളം പഠിച്ചവരുടെ എഴുത്ത്. മാധവിക്കുട്ടിയും വിജയനും ഒന്നും ഈ ക്ലാസ് മുറിയിലിരുന്ന് മലയാളം പഠിക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. അവർ വായിച്ചും അവർ വാക്കുകൾക്ക് വേണ്ടി തപസ് ചെയ്തും ഒക്കെ എടുത്ത് വെച്ച പദങ്ങളായതുകൊണ്ട് അവർ സൃഷ്ടിച്ചെടുത്ത പദങ്ങളാണ് അതെല്ലാം തന്നെ. അത് മാധവിക്കുട്ടി വിടർത്തിയെടുക്കുന്ന ഓരോന്നും തന്നെ ഈ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നൊരു ചോദ്യം അതിനകത്തുണ്ട്. അത് മാധവിക്കുട്ടിയുടെ എല്ലാ കഥയും നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം. പിന്നെ ഈ നീർമാതളം എന്ന് പറയുന്ന ചെടിയൊക്കെ ഇതുപോലെ കാൽപ്പനിക ഭാവം കൊണ്ടത് മാധവിക്കുട്ടി വഴിയാണ്. അപ്പോൾ അല്ലാതെ നീർമാതളത്തിന് നമ്മൾ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. അത് പക്ഷേ മാധവിക്കുട്ടി അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് ഈ പ്രണയാതുരരായിട്ട് ആളുകളൊക്കെ അങ്ങോട്ട് നീർമാതളത്തിനെ അന്വേഷിച്ച് നടക്കുകയും കാണാൻ പോയതും ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കും. നാലപ്പാട്ട് തറവാടും അതും ഇതൊക്കെ എത്രയോ വലിയ ആളുകളുടെ തറവാടുണ്ട്. പക്ഷേ നാലപ്പാട്ട് തറവാടൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് വലിയ ഒരു ഇതായിട്ട്. അപ്പം അതിൽ ഒരു ഗംഭീരമായ മാധവിക്കുട്ടിയുടെ ഒരു വാചകം എൻ്റെ ഉള്ളിൽ അങ്ങനെ ഉടക്കി പിടിച്ചു. അതായത് ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോയ കൗമാരക്കാരിയെ ഗുരു രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ ഊഞ്ഞാലിൽ താഴ്ന്നു വരുമ്പോൾ അടിവയറ്റിൽ നിന്നൊരു അഗ്നി മുകളിലേക്ക് ഉയർന്നത് പോലെ ഈ ആദ്യത്തെ ഒരു പുരുഷ സ്പർശത്തിൻ്റെ അതിഗംഭീരമായ ഒരു വർണ്ണനയാണ് ഇത്. എത്ര പേജ് എഴുതിയാലും തീരാത്ത കാര്യമൊക്കെ നിസ്സാരമായിട്ട്. എന്തായാലും
വലിയ ഹൃദയഭാരമാണ് എനിക്ക് ഈ കഥകൾ രണ്ടും തന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ കഥയൊക്കെ കേട്ട് ആഹ്ലാദിക്കുകയല്ല ഇത്. പണ്ട് ഈ മനസ്സിൻ്റെ അറകളൊക്കെ തുറന്ന് ഇങ്ങനെ പോകാനും ഇന്ന് എനിക്ക് ഉറക്കം പോയി കേട്ടോ. അത് വല്ലാതെ എന്നെ വേട്ടയാടുന്ന പോലെ അത് തുറന്നു പറയുക ഞാൻ അങ്ങോട്ട്. അപ്പോൾ അങ്ങനെ വലിയ ഗംഭീരമായ രണ്ട് കഥകൾ അവതരിപ്പിച്ച ഈ രണ്ട് മാധവിക്കുട്ടിമാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അത് ഈ കഥ തെരഞ്ഞെടുത്തതും അവതരിപ്പിച്ചതും ഒക്കെ ഈ രണ്ട് കഥകളുടെയും വളരെ വളരെ ഒന്നിച്ച് തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല ഒരു കഥ ഇങ്ങനെ വന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് തലങ്ങളാണ്. പരിശോധിച്ച് ഇങ്ങനെ എടുക്കുന്ന അതെ രണ്ട് തലങ്ങളാണ്. രണ്ട് തലങ്ങൾ, ഒന്ന് ഈ നഷ്ടപ്പെട്ട നീലാംബരിയും മറ്റേത് നഷ്ടപ്പെട്ട കൗമാര ജീവിതകാലത്തിൻ്റെ ഓർമ്മകളും ഒക്കെയാണ്. ഓർമ്മകളുമാണ്. അതെ, രണ്ട് നഷ്ടങ്ങളാണ്. ഈ രണ്ട് നഷ്ടങ്ങളും രണ്ട് വിധത്തിൽ അവതരിപ്പിച്ചതിൻ്റെ ഒരു അഴകും ഭംഗി. അപ്പൊ അതിൽ നമ്മൾ ശാസ്ത്രികളെ തൊഴുതു പോകും അല്ലേ? ഈ വർഷങ്ങൾക്ക് ശേഷം ഭ്രാന്തിയായ ഭാര്യയിൽ നിന്ന് യാതൊരു സുഖവും സന്തോഷവും ഒന്നും കിട്ടാതെ ജീവിക്കുമ്പോൾ ഈ പച്ച സാരി ഉടുത്ത് അതേപോലെ തന്നെ ഈ പച്ച നിറത്തിലുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഈ എന്താ പറയുക, മധുര മീനാക്ഷിയുടെ മുന്നിൽ നിന്ന് കണ്ടുമുട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഞാനാണെങ്കിൽ കയറി വല്ലാതെ വികാരതരളിതനായി പോകും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്. തുറന്നു പറയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് എനിക്ക് ഉറക്കം പോകുന്ന രീതിയിൽ കഥ കീഴ്പ്പെടുത്തി കളഞ്ഞു എന്നുള്ളത്. ഞാൻ പൊതിഞ്ഞൊന്നും പറയാറില്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം എപ്പോഴും പറയും. നിങ്ങൾ പേടിക്കണ്ട. സാറ് പറയാൻ തുടങ്ങുന്നത് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്തായാലും പച്ചയായിട്ടുള്ള കാര്യം തന്നെ സാറ് പറയും. അത് ഞാനങ്ങനെ ഞാനങ്ങനെ പറയുന്ന ആളാണ്. അപ്പൊ എൻ്റെ സഹധർമ്മിണി അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കാരണം ഞങ്ങള് അത്രയും ഹൃദയം തുറന്ന് സ്നേഹിക്കുന്ന ഇണകളുമാണ് ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ഇതില് ഞാൻ ഓരോ വായനയിലും കിട്ടുന്ന സന്തോഷ സുഖങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് ഷീ ലൈക്സ് ഇറ്റ്. ഈ ഭർത്താവ് ഈ പ്രണയവും സൗന്ദര്യവും ഭംഗികളും ഒക്കെ കാണുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളതും ഒക്കെ ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ആണ് ഞാൻ അത് തുറന്നു പറയാൻ ഒട്ടും മടിക്കാത്ത. എങ്കിലും അതിമനോഹരമായ രണ്ട് കഥകൾ കിട്ടിയതിൻ്റെ പരമസുഖം ഞാനിപ്പോൾ അനുഭവിക്കുന്നു, പരമവേദനയും ഞാനിപ്പോൾ അനുഭവിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഇനി ആരുള്ള? രമാവതി മാം പറയും. സാറേ നമസ്കാരം. കഥ അയച്ചു തന്നത് അതുപോലെ നമ്മുടെ സാബു സാറ് കഥനം ചെയ്ത രണ്ടുപേര്, അതായത് മാധവിക്കുട്ടി രണ്ട് കഥയും അതേ എഴുത്തുകാരിന്റെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിൽ കുറെ ഒരേ കഥകൾ ഇങ്ങനെ കണ്ടിന്യൂസ് വായിക്കുന്ന ഒരു അനുഭവം പോലെ തോന്നുന്നു. കാരണം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അധികം എഴുതാറ്. എനിക്ക് തോന്നുന്നത് 15 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് മാധവദാസിനെ കല്യാണം കഴിച്ചിട്ട് അങ്ങനെ സ്വന്തം ജീവിതത്തിലുണ്ടായ കുറെ അനുഭവങ്ങളും മാധവിക്കുട്ടിയുടെ കഥയിൽ തുലയിച്ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ കഥയില് നമ്മള് ഇപ്പൊ ഞാൻ കുറച്ചു നേരത്തെ നമ്മളൊരു ബന്ധുവീട്ടിൽ പോയിട്ടാകുമ്പോ അവിടെ തുണിപ്പെട്ടി ഉണ്ട്, ഈ പണ്ട് പറയല്ലോ ഓടപ്പെട്ടി എന്നൊക്കെ. അപ്പൊ അതിലിങ്ങനെ ഈ കഥയിൽ ഇങ്ങനെ തുണിപ്പെട്ടി ഉണ്ട്. അതുപോലെ പണ്ട് കുമാരേട്ടൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കിണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ കിണ്ണം താഴെ വീഴുന്നത്, വിളക്ക്, ആ തിരിയിടുന്നത് അതില്. അതുപോലെ മുത്തശ്ശി വിളിക്കുന്നുണ്ടോന്ന്, കാരണം പഴയ ഇങ്ങനെ തറവാട് വീടുകളിലൊക്കെ പോയിട്ടാകുമ്പം എവിടുന്നല്ലോ എന്തെല്ലോ ഒച്ച ഉണ്ടാവും, ഇപ്പം അങ്ങനെയൊക്കെ തോന്നാറുണ്ടല്ലോ. അതൊക്കെ ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം അതിലിങ്ങനെ ഒരു കാലൻ പക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്, അത് ശബ്ദിക്കല്ലേന്ന് അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ പുരുഷൻ അവിടെ ഒരു പുരുഷൻ എത്തിയപ്പം ആ പ്രായം, അവർ തമ്മിലുള്ള പ്രായം, പിന്നെ അത് രണ്ട് കഥയിലും ആ പുരുഷനോടുള്ള ആ ഒരു ഇഷ്ടം പറയുമ്പം അവരുടെ നെഞ്ച്, കാരണം വിരിഞ്ഞ നെഞ്ചിലുള്ള പിന്നെ രോമങ്ങൾ അങ്ങനെല്ലാം ശരിക്കും നമ്മളിലേക്ക് അതിങ്ങനെ, ഇപ്പൊ ഡോക്ടർ സുധീരൻ സാറ് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കഥയില് ഇവർക്ക് ഇഷ്ടമുണ്ടായിട്ടും നമ്മളെ ശാസ്ത്രികള് സംഗീതം പഠിപ്പിക്കുമ്പോൾ ശാസ്ത്രികൾക്ക് ചിലപ്പം എല്ലാരും ഒരേപോലെയാണ് കണക്കാക്കുന്നത്. പക്ഷെ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ
സുഭദ്രക്ക് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഇഷ്ടങ്ങള് ഒന്നും പറയാനും പറ്റില്ല, ഗുരുനാഥനല്ലേ. അപ്പം വീണ്ടും കല്യാണം കല്യാണത്തിന് ആകുമ്പം മറ്റവര് പറയാണ്, നിനക്ക് ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ? അപ്പൊ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പം, അന്നേരം വെള്ളത്തിൽ വീഴുമ്പോ നീ അങ്ങനെ വെള്ളത്തിൽ വീണ് എടുക്കുമ്പം നമ്മളിപ്പം ചിലപ്പം ക്ഷീണം കൊണ്ട് ജീവച്ഛവം പോലെ ഇങ്ങനെ കിടക്കുന്ന പോലെ നീ അവൻ പിന്നെ തന്ത്രികളെ മുറുക്കെ പിടിക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ എന്ന്. അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിന്. അത് കഴിഞ്ഞിട്ട് MBBS ഒക്കെ കഴിഞ്ഞ് ജോലിയെല്ലാം കിട്ടിയിട്ടാകുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ശാസ്ത്രികളുടെ എല്ലാ കാര്യങ്ങളും ഉള്ളിന്റെ ഉള്ളിൽ ഒതുക്കി എവിടെയോ ഒരു കോണിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ഭർത്താവിനാണെങ്കിൽ പിന്നെ അതായത് സ്വന്തം ഭാര്യ ട്രീറ്റ്മെന്റിന് വരുന്നവര് ട്രീറ്റ്മെന്റിന് വരണ്ട അവര് എന്റെ ഭാര്യനോടുള്ള ഇഷ്ടം തോന്നുമോ, എനിക്ക് ഇഷ്ടം കുറഞ്ഞു പോവോ, ഒരു പൊസസീവ്നെസ്സുള്ള ഒരാളുമാണ്. എന്നിട്ടും ആ കുട്ടികളില്ലാത്തതിനെ പറ്റിയിട്ട് എനിക്ക് കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയാണ്, അല്ല നിനക്ക് രോഗികളോട് ഇഷ്ടമല്ല അതുകൊണ്ട് കുട്ടികൾ വേണ്ട. വാസ്തവത്തിന് അങ്ങനെയല്ല, അയാൾ ചിന്തിക്കുന്നത് കുട്ടികളുണ്ടായ കുട്ടികളെ ഇഷ്ടപ്പെടുമ്പോ എന്റെ ഇഷ്ടം കൂടുതൽ, അങ്ങനെ ധരിക്കുന്നവരുണ്ട്, എന്നോടുള്ള ഇഷ്ടം കുറയോ എന്നുള്ള രീതിയിൽ. അവസാനം എല്ലാ കാര്യത്തിനും ഭർത്താവിനെ മാറ്റാൻ മാത്രം പറ്റുന്നില്ല. കാരണം ആ ചിലവരങ്ങനെയാണല്ലോ, ഇവര് പിന്നെ ഡ്രസ് സെൻസറിലുള്ള ആളാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ ഒരു ബനിയനിട്ടിട്ട് സിനിമയിലെ സത്യനെ പോലെ എപ്പോഴും ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആളാകുമ്പോ ഇവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ പല്ല് പോയിട്ടാകുമ്പോ അതിന്റെ പ്രശ്നം പറയുമ്പോഴും അവരിങ്ങനെ സാധാരണ മനുഷ്യന്റെ ഒരു ഇത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് മുമ്പ് ഭർത്താവിനോട് പറയും നമ്മൾക്ക് ഇങ്ങനെ പോണം എന്ന് പറയുമ്പോൾ, നമുക്ക് ഗുരുവായൂരല്ലേ അടുത്തെന്ന് പറഞ്ഞിട്ടും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോവാൻ വേണ്ടി പോയിട്ട് അവിടെ റൂം എടുത്തിട്ട് അതിനു മുമ്പിൽ ഒരു കൂട്ടുകാരിനെ കാണാൻ പോയിട്ടാകുമ്പോ ആ വേഷം കണ്ടിട്ടാകുമ്പോ തന്നെ വല്ലാത്ത അവസ്ഥയാണ്. അപ്പം അവര് എന്താ പറയണ്ടേ, ആ ദുർഗന്ധം വമിക്കുന്ന ആ സംഭവം. അത് കഴിഞ്ഞിട്ട് അവരുടെ സംസാരത്തിൽ ഇവർക്കൊന്നും തോന്നിയില്ല, കാരണം ഇങ്ങനെ ഒരു മാനസിക രോഗം ഉണ്ടെന്നൊന്നും തോന്നിയില്ല. അയ്യോ അവര് മരിച്ചു പോയല്ലോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാകുമ്പോ ചിലപ്പോ ഇല്ല, അന്നേരം തോന്നിയില്ല എന്നാണ് കഥ ഇതിൽ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷേത്രത്തിൽ പോയിട്ടാകുമ്പോ ഡോക്ടർ സുധാകരൻ സാറ് പറഞ്ഞ പോലെ അവരുടെ വേഷാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണെന്ന് ധരിച്ചിട്ടുള്ളത് ആ ഇതില്. അപ്പം പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ ഒരു നിമിഷം അവര് ഉള്ളിന്റെ ഉള്ളിലുണ്ടായത് അത് മാധവിക്കുട്ടിക്ക് ആ കഥയിലൂടെ എഴുതിയിട്ടുണ്ട്. ഉള്ളിലുണ്ടായിരുന്ന ആ ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് പോയിട്ടും, പക്ഷെ ആ സമയത്ത് ചെറിയൊരു പേടിയുണ്ട്, ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുവോ. അങ്ങനെയാണല്ലോ, കാരണം പണ്ടത്തെ കഥകളിലാണെങ്കിലും പണ്ടത്തെ സംഭവങ്ങളാണെങ്കിലും പിന്നെ വീട്ടിനകത്ത് എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ളവർ കയറി പറ്റിയിട്ട് ഒന്ന് അപ്പുറമെല്ലാം കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒറ്റക്കാണെങ്കിലും ഒന്ന് ചുംബിക്കാൻ നോക്കുമ്പോ ആ ചുംബിക്കുന്നവർക്കും രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെന്ന് പെൺകുട്ടി പറയല്, അയ്യോ ആരെങ്കിലും കാണുന്നു, അല്ലാതെ എന്നെ ചുംബിക്കരുത് ഒരിക്കലും പറയാറില്ല, ആരെങ്കിലും കണ്ടാലോ എന്നുള്ളതാണ് അവളെ പറയാ. അതുപോലെയാണ്. അപ്പം പക്ഷെ അവിടെ ശാസ്ത്രികള് ഉയർന്ന ചിന്താഗതിയോ എന്തോ, അതായത് ആ മനസ്സിന്റെ ഒരു കളങ്കമില്ലാത്ത മനസ്സ്, അതുപോലെ അത് ശാസ്ത്രികൾക്കൊന്നും പറ്റണ്ട എന്നുള്ള രീതിയിലല്ല, ഈ സുഭദ്ര ഉണ്ടാക്കി വെച്ച നല്ല ഇത് കളയണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. എന്തായാലും റൂമിലേക്ക് ക്ഷണിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇത്. ഏതായാലും നല്ല കഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുട്ടികൾക്ക് ഇപ്പൊ വായന കുറഞ്ഞതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ കുറെ കാര്യങ്ങളെല്ലാം പത്രത്തിൽ വരുന്നത്, മയക്കുമരുന്ന്. വായന ഉണ്ടെങ്കിൽ ഡോക്ടർ സുധാകരൻ സാർ പറയുന്ന പോലെ കുട്ടികളെ ഉറങ്ങുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഥാപാത്രങ്ങളുടെ അവരുടെ മനസ്സിൽ വരുമ്പം ദുഷ്ടചിന്തകളൊന്നും വരില്ല. എപ്പോഴും വായനയുള്ള കുട്ടികൾക്ക്. താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി വിൻസെന്റ് സാർ ഉണ്ടോ? വിൻസെന്റ് സാർ ഇല്ലെങ്കിൽ നമുക്ക് ഷീലമാമിൽ നിന്ന് നോക്കാം. ഷീലമാമിന്റെ കഥയെക്കുറിച്ച് ഷീലമാം എന്ത് പറയുന്നു? എല്ലാവർക്കും നമസ്കാരം. നല്ല നല്ല അഭിപ്രായങ്ങളായിരുന്നു പറഞ്ഞത്. ഞാൻ ഈ കഥ വായിക്കുമ്പോൾ ഇത്രയും വലിയൊരു തലത്തിലേക്കാണ് ഈ കഥ ശ്രോതാക്കളെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഓർത്തില്ല.
ഇതിലെ ആ ഓരോ രംഗങ്ങളും ഓരോ വരികൾ വായിക്കുമ്പോഴും എനിക്ക് അത് ഞാനാണോ ആ വഴികളിലൂടെ പോകുന്നതെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതായിരുന്നു എനിക്കുണ്ടായൊരു ഫീലിംഗ്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നത് പോലെയും ഞാൻ ആ കഥാപാത്രമായിട്ടും ഒക്കെ ചിലപ്പോഴൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു. ഇവിടെ മാധവിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മുൻപ് ഈ പറഞ്ഞവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാണാത്ത, നമുക്ക് മനസ്സിലാകാത്ത ഒരു മാധവിക്കുട്ടി ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും അവരുടെ കഥകൾ വായിക്കുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര ഒരു വിങ്ങലാണ്. സത്യം പറഞ്ഞാൽ മാധവിക്കുട്ടിയെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഭയങ്കര കുത്തി വലിയാണ് എനിക്ക് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ളത്. അവരുടെ ആ സൗന്ദര്യം, അത് അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടെത്തിയിട്ടുമില്ല ഇതുവരെയും. മനസ്സിന്റെയും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിന്റെയും സൗന്ദര്യം നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. ഈ കഥകളില് കുട്ടിക്കാലത്തെ കുറിച്ച് നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നു കക്ഷിക്ക്. ആ ഓർമ്മകളെല്ലാം തന്നെ നമുക്ക് കൂടി അത് പങ്കുവെച്ച് തരികയും, നമുക്കൊരു പക്ഷേ ഇത്തരം അനുഭവങ്ങൾ കിട്ടിയില്ല എങ്കിൽ പോലും ആ വഴികളിലൂടെയൊക്കെ നമ്മളെയും കൂടി കൊണ്ടുപോയിട്ട് നല്ല ഒരു ശൈശവ കാലത്തെ കുറിച്ചും കൗമാര കാലത്തെ കുറിച്ചും യൗവന കാലത്തെ കുറിച്ചും ഒക്കെ, കാരണം 10 വയസ്സ് മുതൽ എഴുതി തുടങ്ങിയല്ലോ. അപ്പൊ അന്ന് മുതലുള്ള എല്ലാ അനുഭവങ്ങളും ഒന്നും തന്നെ ഒളിച്ചു വെക്കാതെ, നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്ക് എന്തു തോന്നും എന്ന് കരുതി നമ്മള് പിന്നെ പ്രകടിപ്പിക്കാറ് പോലും ഇല്ല. അപ്പൊ അതൊക്കെ എഴുതി എത്രയെങ്കിലും പേർ വായിക്കാനായിട്ട് തന്ന ആ മനസ്സ് കാണിച്ച മാധവിക്കുട്ടിയെ, ആമിയെ, കമലാ സുരയ്യയെ നമിച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും, ഇതിന്റെ അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വലിയൊരു ദിവസമായിരുന്നു. നല്ലൊരു സമയത്തിലൂടെയാണ് കടന്നുപോയത്. കാരണം ആമി എന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട മാധവിക്കുട്ടി, അവരെ എഴുതി വെച്ച ആ വരികൾ എൻ്റെ സ്വരത്തിൽ ഇവിടെ വായിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, അല്ലെ വായിക്കാൻ പഠിച്ച കാലം മുതൽ കേൾക്കുന്ന പേരാണ് ആമി എന്ന്. അപ്പൊ എന്നെ ആമി എന്ന് വിളിക്കണമെന്ന് ഞാൻ ഒരിക്കലും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട്, അതുപോലെ എൻ്റെ ചീറ്റമാരോടൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, എന്നെ ആമി എന്ന് വിളിച്ചാൽ മതിയെന്ന്. അവരുടെ ജീവിതമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കാൻ, എനിക്ക് അടുത്തറിയാൻ, അവരുടെ പുസ്തകങ്ങളിലൂടെ വായിച്ചറിയാനൊക്കെ ഞാൻ ഒരുപാട് താല്പര്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര വായിച്ചാലും മതി വരാത്ത ഒരു അനുഭവങ്ങളിലൂടെയാണ് അവർ വായനക്കാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചപ്പോഴും അവരുടെ ഒരുപാട് ഇംഗ്ലീഷ് കവിതകൾ, അവരുടെ ഒരുപാട് നൊമ്പരങ്ങൾ അതിൽ അവതരിപ്പിക്കുകയുണ്ടായി. കറുത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഒരുപാട് മെലിഞ്ഞ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവരനുഭവിച്ചിട്ടുള്ള ഒരു ബ്രൗൺ കളറാണെന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെ ഒരു സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചതായിട്ടൊക്കെ ഒത്തിരി എഴുതിയിട്ടുണ്ട് അതിൽ. പക്ഷെ അവർക്ക് ഏറ്റവും അധികം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മകൾ അവരുടെ ബാല്യകാലത്തെയാണ്. അവരുടെ അമ്മമ്മയെ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന നാലപ്പാട്ട് തറവാട് അവർക്കെന്നും മരിക്കുന്നത് വരേക്കും അവർ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ഒരു കാലഘട്ടം, അവരുടെ ബാല്യകാലം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ കഥയാണെങ്കിലും നഷ്ടപ്പെട്ട നീലാംബരി, അവരുടെ ഏത് കഥയാണെങ്കിലും അതെ, നമുക്ക് ഒരുപാട് എത്ര വായിച്ചാലും മതിവരാത്ത, ഒരു മടുപ്പ് തോന്നാത്ത ഒരു വാക്കുകളും, അതുപോലെ തന്നെ എപ്പോഴും ഞാനിത് ഒറ്റയടിപ്പാത എന്നുള്ള ഒരു ബുക്കിൽ അവർ എഴുതിയിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ സ്ത്രീയുടെ വസന്തം എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ സ്നേഹവും കരുതലുമാണ് എന്ന് പറയുന്ന. അതുപോലെ ഒരുപാട് വാക്കുകൾ പ്രകടിപ്പിക്കാനുള്ളതാണ് സ്നേഹം, അത് ഒളിച്ചു വെക്കാനില്ല, എനിക്ക് അങ്ങനെ പ്രകടിപ്പിച്ച് തന്നെ കിട്ടണം എന്ന് അവരുടെ വാക്കുകളും അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ അവര് വാക്കുകളിലൂടെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കഥയാണെങ്കിലും നഷ്ടപ്പെട്ട നീലാംബരി എന്ന ഈ കഥ മഴ എന്ന ഒരു ചലച്ചിത്രമായിട്ട് 2000-ല് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ദൃശ്യാവിഷ്കാരം അത് കണ്ടിട്ടുള്ള ഒരാൾക്കും അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ ശാസ്ത്രികളായിട്ട് ബിജു മേനോൻ, അതുപോലെ തന്നെ സംയുക്ത വർമ്മയും മത്സരിച്ച് അഭിനയിച്ച ആ ഒരു ഫിലിം അത് വലിയൊരു നൊമ്പരമായിട്ട് തന്നെ നമുക്ക് ഇന്നും മനസ്സിലുണ്ട്. അതിനുള്ള പാട്ടുകളൊക്കെ എത്ര മനോഹരമാണ്. നീലാംബരി രാഗത്തില് പാട്ട് പാടുകയും മഴ പെയ്യുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കണ്ടിട്ടുള്ളവർക്ക് ഇപ്പോഴും മനസ്സിലാക്കാനുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ, ഇത്രമേൽ മണമുള്ള കുടം മുല്ല
പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും. സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. ഒരു നമ്മുടെ ഫീൽ ഏത് രീതിയിലാണ് നമ്മൾ ഒരു കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം നമുക്ക് ഒരു വരികളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എപ്പോഴും പറയാണ് എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരിയുടെ മുമ്പിൽ എനിക്കിത് ഒരു ട്രിബ്യൂട്ടായിട്ട് സാർ പലപ്പോഴും പറയാറുണ്ട്, പാട്ടുകൾ പാടുമ്പോൾ ഇത് അവർക്കുള്ള ഒരു ട്രിബ്യൂട്ടാണെന്ന്. ആ എഴുത്തുകാരിയുടെ, വലിയ എഴുത്തുകാരിയുടെ മുമ്പിൽ എൻ്റെ പ്രണാമം. താങ്ക് യു. ഉഷ മാഡം പറഞ്ഞ പോലെ ആ ഉറങ്ങുമ്പം ആ അവരുടെ ഗന്ധം, ഡോക്ടർ ഉറങ്ങുമ്പോ അതൊരു പോയിന്റ് ആണ് അതിൽ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും രണ്ട് കഥകളിലൂടെ നമുക്ക് ഒത്തിരി യാത്ര ചെയ്യാൻ പറ്റി. അത് കേട്ട് ഇത്ര സമയം കേട്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ ആ വൈബിലേക്ക്, ആ വൈബ്രേഷനിലേക്ക് നമ്മളിങ്ങനെ പോകും. നമ്മളെ കൊണ്ടുപോകും. അതാണ് പോകുമല്ല, കൊണ്ടുപോകും. അത് മനോഹരമായിട്ടത് വായിച്ചപ്പോൾ നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്ന രീതിയിലേക്ക്. ജോഷ് സാറേ എന്തെങ്കിലും പറയുന്നോ? ഓ, ഈ പാട്ട് പാടിയപ്പോഴാണ് വേറൊരു പാട്ട് മനസ്സിൽ വന്നത്. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. അപ്പൊ അതും ഒക്കെ ഇതിനോട് ചേർത്ത് വെക്കാവുന്നതാണ്. പിന്നെ എനിക്ക് ഈ നിർമാതളം പൂത്തപ്പോഴിൽ മാധവക്കുട്ടി പറയുന്ന ഒരു വാചകമുണ്ട്, ആരും എന്നെ തൊടാൻ മെനക്കെട്ടില്ല, എന്നെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചില്ല, തെല്ലൊരാശ്വാസം എനിക്ക് തോന്നിയത് ദൈവമായിരുന്നു. ഇവിടെയെല്ലാം സ്നേഹം തന്നെയാണ്. ഈ ദൈവത്തില് മാത്രമേ ഉള്ളൂ അവസാനം ഒരു ശരണം. ഇതെല്ലാം കൂടെ പ്രതീക്ഷിക്കുന്നത്, ലഭിക്കുന്നത് അവിടെയാണ്. എന്നാൽ ഞാൻ വഴിതെറ്റി പോകുമ്പോൾ എന്നെ തിരുത്തണമെന്നോ അല്ലാതെ പറയുന്നുണ്ട്. പിന്നെ എന്നെ തൊടാനോ എന്നെ ഒന്ന് ഉപദേശിക്കാനോ അതുമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഏതായാലും കഥ വായന അതിനേക്കാൾ ഗംഭീരമായിരുന്നു രണ്ടുപേരും അവസാനം പറഞ്ഞ അവരുടെ ആ ചെറിയ പിൻകുറിപ്പ്. ഓക്കെ, ഈ നമ്മള് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയത്തില്ലേ, ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ പറയുന്ന ആ ഫോർമുലയാണ്. പക്ഷെ അതൊരിക്കലും അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കാതെ വരുമ്പോഴാണ് അധികം ഇങ്ങനത്തെ ഈ ഒരു ഇപ്പോഴും ഒരു സാഡ്നെസ്സിലേക്ക് കടന്നു പോകുന്നത്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റിവിറ്റി എപ്പോഴും അത് ജീവിതകാലം മുഴുവൻ തുടർന്ന് നിൽക്കും എന്നുള്ളതിൻ്റെ ഒത്തിരി എക്സാമ്പിളാണ് ഈ മാധവക്കുട്ടിയുടെ കഥകളിലെല്ലാം കൃത്യമായിട്ട്, അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിലെല്ലാം കൃത്യമായിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് താൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു കഥയാണ്. ജോസി സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് 2 കഥകൾ സെലക്ട് ചെയ്ത് തന്നത് അദ്ദേഹമാണ്. പ്രത്യേകം നന്ദി പറയുന്നു. എവിടെ നിന്ന് കിട്ടി കഥകളൊക്കെ? ഞങ്ങൾക്കൊന്ന് ഇട്ട് തരൂ. കയ്യില് സ്റ്റോക്ക് ഉണ്ട്. ചന്ദ്രനെ പിടിച്ചു കയറണമെന്ന് പറഞ്ഞാലും കക്ഷി മിക്കവാറും പോകും അങ്ങ് റോക്കറ്റ് കയറി. അല്ല, അതുകൊണ്ടല്ല, സത്യത്തില് കഥകൾ കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും കഥകൾ പറയാതെ മടിക്കുന്നത്. കഥകൾ കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ MTയുടെ കഥകൾ, പക്ഷെ ആ MTയുടെ കഥകളൊന്നും നമുക്കിവിടെ അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കഥകളല്ല. ഭയങ്കര നീളമാണ്. ചെറിയ ചെറിയ കഥ, ഒരു അരമണിക്കൂർ അവതരിപ്പിക്കാൻ പറ്റുന്ന കഥകൾ, അത് അതിന്റെ മനോഹാരിതയിൽ കിട്ടുമ്പോഴാണ് നമുക്കത് അവതരിപ്പിക്കാൻ തോന്നുന്നത്. അങ്ങനത്തെ കഥകൾ പലപ്പോഴും നമുക്ക് ബുക്കുകൾ മേടിച്ചു കഴിഞ്ഞാലേ കിട്ടുള്ളൂ, PDF ആയിട്ട് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജോസഫ് സാറിന്റെ PDF-കൾ ഞങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. 20 minutes ആണ് ഏറ്റവും ഐഡിയൽ. സാറേ, അത് PDF ഉണ്ടായിട്ടല്ല, ഉഷനെ വിളിച്ച് കണ്ട് കഥ വേണമെന്ന് പറഞ്ഞപ്പോ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനത് സ്കാൻ ചെയ്ത് PDF-ലാക്കി കൊടുത്തതാണ്. ഓ, അങ്ങനെയാ. അപ്പൊ ഓക്കെ, അത് എഗ്രി ചെയ്തു. അതാണ് ജോസി സാറ്. അതാണ് റിവീസ്. ഓക്കെ.
അപ്പൊ ഞാൻ ജോഷി വിചാരിച്ചാൽ ഇങ്ങനത്തെ എവിടെ? ചെറിയ ചെറിയ കഥകളുടെ PDF സാധാരണ കിട്ടാറില്ല. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ ആരെങ്കിലും കഥ പറയാനില്ലെങ്കിൽ കഥ പറയാൻ വേണ്ടി കുറെ PDF നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കാറുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമല്ല അത് കിട്ടാൻ. കാരണം നമ്മൾ എന്റെ ഒരു ഞാൻ സാറിന് തരാം സാറേ. എന്റെ കിട്ടുന്ന ഞാൻ സാറിന് തന്നേക്കാം പോരെ. അല്ല ജോഷി അങ്ങനെ സാറിന്റെ എനിക്കെന്നല്ല വീട് സാറേ, എവിടെ? അത് ആർക്കും ഉപയോഗിക്കാം. കാരണം അങ്ങനത്തെ ഞാൻ കഥകൾ നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് ഞാനത് സ്കാൻ ചെയ്ത്, ഞാൻ ഓഫീസിൽ ഇരുന്നപ്പോൾ ഉഷനെ വിളിച്ചത്. അപ്പൊ ഞാൻ പുസ്തകം എടുത്ത് നോക്കിയപ്പോ പുള്ളിക്കാരത്തിൽ സെലക്ട് ചെയ്ത് 2 ലിസ്റ്റ് പറഞ്ഞു. അപ്പൊ ഇത് 2 മതി എന്ന് പറഞ്ഞു. അത് നമ്മൾ സ്കാൻ ചെയ്ത് PDF ആക്കി അങ്ങോട്ട് അയച്ചു കൊടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ശീലമാനം കൊണ്ടത് അതുകൊണ്ടായി ഇവിടെ കൊടുത്ത് മറ്റേ DTP സെന്ററിൽ കൊടുത്തിട്ട് അവർക്ക് റെന്റ് എടുക്കാൻ പാടില്ലായിരുന്നു. പിന്നെ അത് വെട്ടിപ്പറിച്ച് റെഡിയാക്കി കൊടുത്തു. പിന്നെ അവരുമായിട്ട് സാറ് സംസാരിച്ച് യാത്രയിലാക്കി എടുത്തു. രണ്ടാമത്തെ കഥ കുറച്ച് വലുതാണ്, പക്ഷെ അത് തീർന്നല്ലോ എന്ന് സാബു സാറ് പറഞ്ഞ പോലെ നമുക്ക് തോന്നിപ്പോയി. വലുതാണെങ്കിലും നമ്മൾ ആ കഥയുടെ കൂടെ തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് അനുബന്ധം എഴുതാം. മാധവിക്കുട്ടിയുടെ കഥയ്ക്ക് അനുബന്ധം എഴുതാന്ന്. അല്ല, അനുബന്ധം എഴുതല്ല സാറേ, ഇത് വായിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഒന്നുമല്ലെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ജീവിതത്തിലെ കഥാസന്ദർഭങ്ങളെ ഒന്നും തിരിച്ചറിയാൻ പോലും പറ്റാതെ ഞാൻ പുസ്തകങ്ങൾ മേടിക്കുന്ന കൂട്ടത്തിലാണ്. അതല്ല സാറേ, ആ വാക്കുകൾ എടുത്ത് വെക്കുന്നതേ. അതാ പറഞ്ഞേ, അതിന് ബോധം വേണം, വിവരം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെ കഥാസന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നില്ല. കാരണം അതൊക്കെ നമ്മൾ വിട്ടുകളയും. പക്ഷെ ഇങ്ങനെ ചിലവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതിന് കൃത്യമായിട്ട് അത് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, നമ്മളുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ഏറ്റവും ദുഃഖമോ പേടിയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഓർക്കാറില്ലല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് അതാണ് ആ കലാമൂല്യം എന്ന് പറയുന്നത്. നമുക്കില്ല, മധുരക്കുട്ടിക്കുണ്ട്, അങ്ങനെയുള്ളവർക്കുണ്ട്. അവരുടെ കഥകൾ നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആ കേൾക്കുമ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ, ഇപ്പം നമ്മളെ ശുദ്ധോദരൻ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ചെറിയ ജീവിതത്തിൽ ആ ചേഞ്ച് കൃത്യമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ കഥയുടെ പ്രത്യേകത. വീട് എവിടെ? ആരായിരുന്നു? ജോസ് സാർ ആലപ്പുഴ. ആലപ്പുഴയല്ലേ ജോസി സാർ? ആലപ്പുഴ ചേർത്തലയാ സാറേ. സാർ എന്ത് ചെയ്യുന്നു? ജോഷി സാറിനെ ഒന്ന് കാണണേ. ജോഷി സാറിന്റെ സൗകര്യം കിട്ടുമ്പോൾ ജോഷി സാറിനെ ഒന്ന് പോയി കാണണം കേട്ടോ. ജോസി സാർ സൗകര്യം കിട്ടുമ്പോൾ ജോഷി സാറിനെ ഒന്ന് പോയി കാണണമെന്ന്. ജോഷി സാർ എവിടെയാണ്? ജോഷി സാർ കാവാലം. കാവാലത്ത് എവിടെയാ സാറേ? ലിസ്യു പള്ളി. പള്ളിക്കടുത്താണോ? അതിലേതെങ്കിലും വരുമ്പോഴത്തേക്ക് കാണാം. ഞാൻ എന്റെ ബൈ പ്രൊഫഷൻ ടാക്സും ഓഡിറ്റ്, പിന്നെ ബാങ്കിങ് കൺസൾട്ടൻസി, പിന്നെ ട്രെയിനറാണ്, ഇത്തിരി കൗൺസിലറാണ്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തെല്ലാന്ന് ചോദിച്ചാൽ മതി. കിലിക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രേ ഉള്ളൂ. സ്റ്റുഡന്റുമാണ്. അതിനു പുറമെ ഈ നമ്മുടെ രണ്ടുപേരുടെയും ഫ്രണ്ടാണെന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതുവഴിയല്ല വന്നത്. എവിടെയാണ് സാറ്? ടൗണിൽ തന്നെയാ സാറേ. സാറ് ചേർത്തല എവിടെ അറിയാം സാറിന്? ജോഷി സാറിന് അറിയാൻ പറ്റാത്ത സ്ഥലമൊന്നുമില്ല. പക്ഷെ ജോഷി സാറിന് ഇപ്പൊ സാറിന്റെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല. എന്താ? അതോടെ കാണണമെന്ന് പറഞ്ഞേ. അത് കണ്ടു കുഴപ്പമില്ലെന്ന്. ഞാൻ സാറിന്റെ നമ്പർ തന്നേക്കെ എനിക്ക്. ഞാൻ അവിടെ എത്തിയിരിക്കും. ഇവര് കൊടുത്തോളൂ, ഇവർക്കറിയാലോ. ഞാനേ അതിലേക്ക് പോകുന്നതാണ് പലപ്പോഴും. നമ്മളിങ്ങനെ ഈ ഉലകം ചുറ്റും പാലുപരായിട്ട് ഇങ്ങനെ കറങ്ങാറുണ്ട്. ഇന്നലെ വരെ അതൊരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. See you. Thank you. Good night. എല്ലാത്തിനുപരിയായിട്ട് സാബു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. ചിലതൊക്കെ ദൂരെ നിന്ന് കണ്ട്, ചിലരൊന്നും വിട്ടുകൊടുക്കാനൊന്നും സമ്മതിക്കാത്ത ഒരു കാലഘട്ട. പക്ഷെ എന്നാലും ചിലതൊക്കെ ദൂരെ നിന്ന് മാത്രം നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാനുള്ളതാണെന്ന് നമുക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതാണ് ഈ പ്ലാറ്റ്ഫോം. സാബു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില്. സാബു സാറേ, കോട്ടയത്ത് ഞാൻ വരുന്നുണ്ട്. അടുത്ത 30-ാം തീയതി കോട്ടയത്ത് ഒരു ക്ലാസ് ഉണ്ട് വൈകിട്ട്. ഫാമിലി മീറ്റ് കോട്ടയത്ത്. അതിന്
അപ്പൊ അത് കഴിഞ്ഞ് നാളെ അങ്ങോട്ട് പോകുക. മറ്റന്നാൾ കോട്ടയം തേക്കടിയിൽ ട്രെയിനിങ് ആണ് 3 ദിവസം JCIയുടെ. ഓ 30-ാം JCI. തീയതി 30-ാം തീയതി JCIയുടെ കോട്ടയത്തിന്റെ ഫാമിലി മീറ്റിൽ ഞാനാണ് ഫാക്കൽറ്റി. ഓ ശരി. എവിടെ വെച്ചാ? അത് എവിടെ വെച്ചാ അവിടെ ടൗണിൽ എവിടെ അവിടെ ചെന്നാ മതി. സമയാകുമ്പോഴത്തേക്ക് ഇതൊക്കെ കിട്ടുമല്ലോ. കുറെ JCI ഉണ്ടല്ലോ, ഇഷ്ടംപോലെ JCI ഉണ്ടല്ലോ. അല്ല അവരുടെ JCI ടൗൺ അവിടുത്തെ 4 ഉണ്ട്. അവിടുത്തെ കോട്ടയം ടൗണിന്റെ ആണ്. ഇവിടെ വെച്ചാ ഏതോ കോട്ടയം ടൗണിന്റെ ഡോക്ടറാണോ വിളിച്ചത്? ഏഹ് ഒരു ഡോക്ടറാണോ വിളിച്ചത്? സ്വാമി നമ്മുടെ ഒത്തിരി ഇൻവൈറ്റ് ചെയ്തതാ അതിന്റെ അതൊന്ന് ജോയിൻ ചെയ്യാൻ. ജോയിൻ ചെയ്തില്ല. ഇതുപോലെ അതിന്റെ നെറ്റ്വർക്ക് ആണ്. ഇപ്പൊ ഇനി നാളെ വെള്ളി ശനി ഞായർ തേക്കടിയിലാണ്. തേക്കടി സഖ്യാദ്രി പരിപാടി. അത് JCIയുടെ തന്നെയാണ്. അപ്പൊ നമ്മൾ കോട്ടയത്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും വിളിക്കും, കാണാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും